قال فما خطبكم أيها المرسلون അദ്ദേഹം അന്വേഷിച്ചു, അല്ലയോ ദൂതന്മാരെ, നിങ്ങളുടെ യാത്രോദ്ദേശം എന്താണ്? قالوا إنا أرسلنا إلى قوم مجرمين അവർ അറിയിച്ചു, കുറ്റവാളികളായ ജനത്തിലേക്കാണ് ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. لنرسل عليهم حجارة من طين അവർക്കുമേൽ ചുട്ടെടുത്ത കളിമൺ കട്ട വാരിച്ചൊരിയാൻ. مسومة عند ربك للمسرفين അവ അതിക്രമികൾക്കായി നിന്റെ നാഥന്റെ വശം പ്രത്യേകം അടയാളപ്പെടുത്തിവെച്ചവയാണ്. فأخرجنا من كان فيها من المؤمنين പിന്നെ അവിടെയുണ്ടായിരുന്ന സത്യവിശ്വാസികളെയെല്ലാം നാം രക്ഷപ്പെടുത്തി. فما وجدنا فيها غير بيت من المسلمين എന്നാൽ നാം അവിടെ മുസ്ലിങ്ങളുടേതായി ഒരു വീടല്ലാതൊന്നും കണ്ടില്ല. وتركنا فيها آية للذين يخافون العذاب الأليم വേദനയേറിയ ശിക്ഷയെ പേടിക്കുന്നവർക്ക് നാം അവിടെ ഒരടയാളം ബാക്കിവെച്ചു. وفي موسى إذ أرسلناه إلى فرعون بسلطان مبين മൂസായിലും നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. വ്യക്തമായ തെളിവുമായി നാം അദ്ദേഹത്തെ ഫിർഔന്റെ അടുത്തേക്ക് അയച്ച സന്ദർഭം. فتولى بركنه وقال ساحر أو مجنون അവൻ തന്റെ കഴിവിൽ ഗർവ് നടിച്ചു പിന്തിരിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇവനൊരു മായാജാലക്കാരൻ അല്ലെങ്കിൽ ഭ്രാന്തൻ. فأخذناه وجنوده فنبذناهم في اليم وهو مليم അതിനാൽ അവനെയും അവന്റെ പട്ടാളത്തെയും നാം പിടികൂടി. പിന്നെ അവരെയൊക്കെ കടലിലെറിഞ്ഞു. അവൻ ആക്ഷേപാർഹൻ തന്നെ. وفي عاد إذ أرسلنا عليهم الريح العقيم ആദ് ജനതയുടെ കാര്യത്തിലും നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. വന്ധ്യമായ കാറ്റിനെ നാം അവർക്കു നേരെ അയച്ച സന്ദർഭം. ما تذر من شيء أتت عليه إلا جعلته كالرميم തൊട്ടൊഴിഞ്ഞ ഒന്നിനെയും അത് തുരുമ്പ് പോലെ നുരുമ്പിച്ചതാക്കാതിരുന്നില്ല. وفي ثمود إذ قيل لهم تمتعوا حتى حين സമൂദിലും നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ഒരു നിർണിത അവധി വരെ നിങ്ങൾ സുഖിച്ചുകൊള്ളുക എന്ന് അവരോട് പറഞ്ഞ സന്ദർഭം. فعتوا عن أمر ربهم فأخذتهم الصاعقة وهم ينظرون എന്നിട്ടും അവർ തങ്ങളുടെ നാഥന്റെ കൽപ്പനയെ ധിക്കരിച്ചു. അങ്ങനെ അവർ നോക്കി നിൽക്കെ ഘോരമായൊരിടിനാദം അവരെ പിടികൂടി. فما استطاعوا من قيام وما كانوا منتصرين അപ്പോഴവർക്ക് എഴുന്നേൽക്കാനോ രക്ഷാമാർഗം തേടാനോ കഴിഞ്ഞില്ല. وقوم نوح من قبل إنهم كانوا قوما فاسقين അവർക്ക് മുമ്പേ നോഹിന്റെ ജനതയെയും നാം നശിപ്പിച്ചിട്ടുണ്ട്. ഉറപ്പായും അവരും അധാർമികരായിരുന്നു. والسماء بنيناها بأيد وإنا لموسعون ആകാശത്തെ നാം സ്വന്തം കരബലത്താൽ നിർമ്മിച്ചു. നാം അതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. والأرض فرشناها فنعم الماهدون ഭൂമിയെ നാം വിടർത്തി വിരിച്ചിരിക്കുന്നു. എത്ര വിശിഷ്ടമായി വിധാനിക്കുന്നവൻ. ومن كل شيء خلقنا زوجين لعلكم تذكرون
നാം എല്ലാ വസ്തുക്കളിൽ നിന്നും ഈ രണ്ട് ഇണകളെ സൃഷ്ടിച്ചു. നിങ്ങൾ ചിന്തിച്ചറിയാൻ. ففروا إلى الله إني لكم منه نذير مبين. അതിനാൽ നിങ്ങൾ അല്ലാഹുവിലേക്ക് ഓടിയെത്തുക. ഉറപ്പായും അവനിൽ നിന്ന് നിങ്ങളിലേക്കുള്ള തെളിഞ്ഞ താക്കീതുകാരനാണ് ഞാൻ. ولا تجعلوا مع الله إلها آخر إني لكم منه نذير مبين. അല്ലാഹുവിനൊപ്പം മറ്റൊരു ദൈവത്തെയും സ്ഥാപിക്കാതിരിക്കുക. തീർച്ചയായും അവനിൽ നിന്ന് നിങ്ങൾക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പ് നൽകുന്നവനാണ് ഞാൻ. كذلك ما أتى الذين من قبلهم من رسول إلا قالوا ساحر أو مجنون. ഇவ்விധം ഭ്രാന്തനെന്നോ മായാജാലക്കാരനെന്നോ ആക്ഷേപിക്കപ്പെടാത്ത ഒരൊറ്റ ദൈവദൂതനും ഇവർക്ക് മുമ്പുള്ളവരിലും വന്നിട്ടില്ല. أتواصوا به بل هم قوم طاغون. അവരൊക്കെയും അങ്ങനെ ചെയ്യാൻ അന്യോന്യം പറഞ്ഞുറപ്പിച്ചിരിക്കയാണോ? അല്ല, അവരൊക്കെയും അതിക്രമികളായ ജനം തന്നെ. فتول عنهم فما أنت بملوم. അതിനാൽ നീ അവരിൽ നിന്ന് പിന്മാറുക. എങ്കിൽ നീ ആക്ഷേപാർഹനല്ല. وذكر فإن الذكرى تنفع المؤمنين. നീ ഉദ്ബോധനം തുടരുക. ഉറപ്പായും സത്യവിശ്വാസികൾക്ക് ഉദ്ബോധനം ഉപകരിക്കും. وما خلقت الجن والإنس إلا ليعبدون. ജിന്നുകളെയും മനുഷ്യരെയും എനിക്ക് വഴിപ്പെട്ട് ജീവിക്കാനല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. ما أريد منهم من رزق وما أريد أن يطعمون. ഞാൻ അവരിൽ നിന്ന് ഉപജീവനമൊന്നും കൊതിക്കുന്നില്ല. അവരെനിക്ക് തിന്നാൻ തരണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. إن الله هو الرزاق ذو القوة المتين. അല്ലാഹുവാണ് അന്നദാതാവ്. തീർച്ച അവൻ അതിശക്തനും കരുത്തനും തന്നെ. فإن للذين ظلموا ذنوبا مثل ذنوب أصحابهم فلا يستعجلون. ഉറപ്പായും അക്രമം പ്രവർത്തിക്കുന്നവർക്ക് ശിക്ഷയുണ്ട്. അവരുടെ മുൻഗാമികളായ കൂട്ടുകാർക്ക് കിട്ടിയ പോലുള്ള ശിക്ഷ. അതിനാൽ അവരെന്നോടതിന് തിടുക്കം കൂട്ടേണ്ടതില്ല. فويل للذين كفروا من يومهم الذي يوعدون. സത്യനിഷേധികളോട് താക്കീത് നൽകിക്കൊണ്ടിരിക്കുന്ന ദിനമില്ലേ, അതവർക്ക് സർവനാശത്തിൻ്റേതു. അധ്യായം 52. അത്തൂർ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 49. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. വത്തൂർ വകിതാബിൻ മസ്തൂർ ഫീ റഖ്ഖിൻ മൻശൂർ. തൂർ തന്നെ സാക്ഷി. വിടർത്തിവെച്ച തുകലിൽ എഴുതിയ വേദപുസ്തകം സാക്ഷി. വൽബൈത്തിൽ മഅ്മൂർ. ജനനിബിഡമായ മന്ദിരം സാക്ഷി. വസ്സഖഫിൽ മർഫൂഅ്. ഉയരത്തിലുള്ള ആകാശം സാക്ഷി. വൽബഹ്രിൽ മസ്ജൂർ. തിരതല്ലുന്ന സമുദ്രം സാക്ഷി. ഇന്ന അദാബ റബ്ബിക ലവാഖിഅ്. നിശ്ചയം നിന്റെ നാഥന്റെ ശിക്ഷ സംഭവിക്കുക തന്നെ ചെയ്യും. മാ ലഹു മിൻ ദാഫിഅ്.
അതിനെ തടുക്കുന്ന ആരുമില്ല. يوم تمور السماء مورا ആകാശം അതിഭീകരമാം വിധം പ്രകമ്പനം കൊള്ളുന്ന ദിനമാണതുണ്ടാവുക. وتسير الجبال سيرا അന്ന് മലകൾ ഇളകി നീങ്ങും. فويل يومئذ للمكذبين സത്യനിഷേധികൾക്ക് അന്ന് കൊടും നാശം. الذين هم في خوض يلعبون അനാവശ്യകാര്യങ്ങളിൽ കളിച്ചു രസിക്കുന്നവരാണവർ. يوم يدعون إلى نار جهنم دعا അവരെ നരകത്തിലേക്ക് പിടിച്ചു തള്ളുന്ന ദിനം. هذه النار التي كنتم بها تكذبون അന്ന് അവരോട് പറയും, നിങ്ങൾ തള്ളിപ്പറഞ്ഞുകൊണ്ടിരുന്ന നരകമാണിത്. أفسحر هذا أم أنتم لا تبصرون അല്ല, ഇത് മായാജാലമാണോ? അതല്ല, നിങ്ങൾ കാണുന്നില്ലെന്നുണ്ടോ? اصلوها فاصبروا أو لا تصبروا سواء عليكم إنما تجزون ما كنتم تعملون ഇനി നിങ്ങൾ അതിൽ കിടന്ന് വെന്തെരിയുക. നിങ്ങൾ ഇത് സഹിക്കുകയോ സഹിക്കാതിരിക്കുകയോ ചെയ്യുക. രണ്ടും നിങ്ങൾക്ക് സമം തന്നെ. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിന് അനുയോജ്യമായ പ്രതിഫലം തന്നെയാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വനഈം എന്നാൽ ദൈവഭക്തർ സ്വർഗീയാരാമങ്ങളിലും സുഖസൗഭാഗ്യങ്ങളിലുമായിരിക്കും. ഫാകിഹീന ബിമാ ആതാഹും റബ്ബുഹും വവഖാഹും റബ്ബുഹും അദാബൽ ജഹീം തങ്ങളുടെ നാഥൻ അവർക്കേകിയതിൽ ആനന്ദം അനുഭവിക്കുന്നവരായി കത്തിക്കാളുന്ന നരകത്തീയിൽ നിന്ന് അവരുടെ നാഥൻ അവരെ കാത്തുരക്ഷിക്കും. കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ കുൻതും തഅമലൂൻ അന്ന് അവരോട് പറയും, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന്റെ പ്രതിഫലമായി നിങ്ങൾ ആനന്ദത്തോടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. മുത്തകിഈന അലാ സുറുരിൻ മസ്ഫൂഫഹ് വസവ്വജ്നാഹും ബിഹൂരിൻ ഐൻ വരിവരിയായി നിരത്തിയിട്ട കട്ടിലുകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും അവർ. വിശാലാക്ഷികളായ തരുണികളെ നാം അവർക്ക് ഇണകളായി കൊടുക്കും. വല്ലദീന ആമനൂ വത്തബഅത്ഹും ദുർരിയ്യതുഹും ബിഈമാനിൻ അൽഹഖനാ ബിഹിം ദുർരിയ്യതഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ശൈഇ കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ സത്യവിശ്വാസം സ്വീകരിച്ചവരെയും സത്യവിശ്വാസ സ്വീകരണത്തിൽ അവരെ അനുഗമിച്ച അവരുടെ സന്താനങ്ങളെയും നാം ഒരുമിച്ചു ചേർക്കും. അവരുടെ കർമ്മഫലങ്ങളിൽ നാം ഒരു കുറവും വരുത്തുകയില്ല. ഓരോ മനുഷ്യനും താൻ സമ്പാദിച്ചതിന് അർഹനായിരിക്കും. വഅംദദ്നാഹും ബിഫാകിഹതിൻ വലഹ്മിൻ മിമ്മാ യശ്തഹൂൻ അവരാഗ്രഹിക്കുന്ന ഏതിനം പഴവും മാംസവും നാം അവർക്ക് നിർലോഭം നൽകും. യതനാസഊന ഫീഹാ കഅസൻ ലാ ലഗ്വുൻ ഫീഹാ വലാ തഅ്സീം അവർ പാനപാത്രം പരസ്പരം കൈമാറിക്കൊണ്ടിരിക്കും. അസഭ്യവാക്കോ ദുർവൃത്തിയോ അവിടെ ഉണ്ടാവുകയില്ല. ويطوف عليهم غلمان لهم كأنهم لؤلؤ مكنون അവരുടെ പരിചരണത്തിനായി അവരുടെ അടുത്ത് ബാലന്മാർ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും.
കാത്തു സൂക്ഷിക്കും മുത്തുകൾ പോലിരിക്കും അവർ. وأقبل بعضهم على بعض يتساءلون. പരസ്പരം പലതും ചോദിച്ചുകൊണ്ട് അവരന്യോന്യം അഭിമുഖീകരിക്കും. قالوا إنا كنا قبل في أهلنا مشفقين. അവർ പറയും, നിശ്ചയമായും നാം ഇതിനു മുമ്പ് നമ്മുടെ കുടുംബത്തിലായിരുന്നപ്പോൾ ആശങ്കാകുലരായിരുന്നു. فمن الله علينا ووقانا عذاب السموم. അതിനാൽ അല്ലാഹു നമ്മെ അനുഗ്രഹിച്ചു, ചുട്ടുപൊള്ളുന്ന നരകശിക്ഷയിൽ നിന്ന് അവൻ നമ്മെ രക്ഷിച്ചു. إنا كنا من قبل ندعوه إنه هو البر الرحيم. നിശ്ചയമായും നാം മുമ്പേ അവനോട് മാത്രമാണ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത്. അവൻ തന്നെയാണ് അത്യുദാരനും ദയാപരനും തീർച്ച. فذكر فما أنت بنعمة ربك بكاهن ولا مجنون. അതിനാൽ നീ ഉദ്ബോധനം തുടർന്നുകൊണ്ടിരിക്കുക. നിന്റെ നാഥന്റെ അനുഗ്രഹത്താൽ നീ ജ്യോത്സ്യനോ ഭ്രാന്തനോ അല്ല. أم يقولون شاعر نتربص به ريب المنون. ഇയാൾ ഒരു കവിയാണ്, ഇയാളുടെ കാര്യത്തിൽ കാലവിപത്ത് വരുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നാണോ അവർ പറയുന്നത്? قل تربصوا فإني معكم من المتربصين. എങ്കിൽ നീ പറയുക, ശരി, നിങ്ങൾ കാത്തിരിക്കുക, നിങ്ങളോടൊപ്പം കാത്തിരിക്കുന്നവരിൽ ഞാനുമുണ്ട്. أم تأمرهم أحلامهم بهذا أم هم قوم طاغون. ഇവരുടെ ബുദ്ധി ഇവരോട് ഇவ்விധം പറയാൻ ആജ്ഞാപിക്കുകയാണോ? അതോ ഇവർ അതിക്രമികളായ ജനത തന്നെയോ? أم يقولون تقوله بل لا يؤمنون. അല്ല, ഈ ഖുർആൻ അദ്ദേഹം സ്വയം കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്നാണോ ഇവരാരോപിക്കുന്നത്? എന്നാൽ ഇവർ വിശ്വസിക്കുന്നില്ലെന്നതാണ് സത്യം. فليأتوا بحديث مثله إن كانوا صادقين. ഇവർ സത്യവാൻമാരെങ്കിൽ ഇவ்விധമൊരു വചനം കൊണ്ടുവരട്ടെ. أم خلقوا من غير شيء أم هم الخالقون. അതല്ല, സ്രഷ്ടാവില്ലാതെ സ്വയം ഉണ്ടായവരാണോ ഇവർ? അതോ ഇവർ തന്നെയാണോ ഇവരുടെ സ്രഷ്ടാക്കൾ? أم خلقوا السماوات والأرض بل لا يوقنون. അല്ലെങ്കിൽ ഇവരാണോ ആകാശഭൂമികളെ സൃഷ്ടിച്ചത്? എന്നാൽ ഇവർ ദൃഢമായി വിശ്വസിക്കുന്നില്ലെന്നതാണ് സത്യം. أم عندهم خزائن ربك أم هم المسيطرون. അതല്ല, നിന്റെ നാഥന്റെ ഖജനാവുകൾ ഇവരുടെ വശമാണോ? അല്ലെങ്കിൽ ഇവരാണോ അതൊക്കെയും നിയന്ത്രിച്ചു നടത്തുന്നത്? أم لهم سلم يستمعون فيه فليأت مستمعهم بسلطان مبين. അതല്ല, വിവരങ്ങൾ കേട്ടറിയാനായി ഉപരിലോകത്തേക്ക് കയറാൻ ഇവർക്ക് വല്ല കോണിയുമുണ്ടോ? എങ്കിൽ അவ்விധം കേട്ടു മനസ്സിലാക്കുന്നവർ അതിന് വ്യക്തമായ വല്ല തെളിവും കൊണ്ടുവരട്ടെ. أم له البنات ولكم البنون. അല്ല, അല്ലാഹുവിന് പുത്രിമാരും നിങ്ങൾക്ക് പുത്രന്മാരുമാണെന്നോ? أم تسألهم أجرا فهم من مغرم مثقلون. അതല്ല, നീ ഇവരോട് എന്തെങ്കിലും പ്രതിഫലം ആവശ്യപ്പെടുന്നുണ്ടോ? അങ്ങനെ അതിന്റെ കടഭാരത്താൽ
പ്രയാസപ്പെടുകയാണോ ഇവർ? أم عندهم الغيب فهم يكتبون അതല്ല, ഇവർക്ക് അഭൗതിക ജ്ഞാനം ലഭിക്കുകയും അങ്ങനെ ഇവരതെഴുതി വയ്ക്കുകയും ചെയ്തിട്ടുണ്ടോ? أم يريدون كيدا فالذين كفروا هم المكيدون അതല്ല, ഇവർ വല്ല കുതന്ത്രവും കാണിക്കാൻ ഉദ്ദേശിക്കുന്നുവോ? എങ്കിൽ സത്യനിഷേധികളാരോ അവർ തന്നെയായിരിക്കും കുതന്ത്രത്തിനിരയാകുന്നവർ. أم لهم إله غير الله سبحان الله عما يشركون അതല്ല, ഇവർക്ക് അല്ലാഹുവല്ലാതെ മറ്റു വല്ല ദൈവവുമുണ്ടോ? ഇവർ പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്. وَإِن يَرَوْا كِسْفًا مِّنَ السَّمَاءِ سَاقِطًا يَقُولُوا سَحَابٌ مَّرْكُومٌ ആകാശത്തിന്റെ ഒരടല് തന്നെ അടർന്നു വീഴുന്നത് കണ്ടാലും അത് മേഘമലയാണെന്നായിരിക്കും ഇവർ പറയുക. فَذَرْهُمْ حَتَّى يُلَاقُوا يَوْمَهُمُ الَّذِي فِيهِ يُصْعَقُونَ അതിനാൽ ഇവരെ വിട്ടേക്കുക. ബോധരഹിതരായി വീഴുന്ന ദുർദിനത്തെ ഇവർ കണ്ടുമുട്ടും വരെ. يَوْمَ لَا يُغْنِي عَنْهُمْ كَيْدُهُمْ شَيْئًا وَلَا هُمْ يُنصَرُونَ ഇവരുടെ കുതന്ത്രങ്ങളൊന്നും ഇവർക്കൊട്ടും ഉപകരിക്കാത്ത ദിനം. ഇവർക്ക് അന്ന് ഒരു സഹായവും ലഭിക്കുകയില്ല. وَإِنَّ لِلَّذِينَ ظَلَمُوا عَذَابًا دُونَ ذَلِكَ وَلَكِنَّ أَكْثَرَهُمْ لَا يَعْلَمُونَ തീർച്ചയായും അക്രമം പ്രവർത്തിച്ചവർക്ക് അതല്ലാത്ത ശിക്ഷയുമുണ്ട്, ഉറപ്പ്. എങ്കിലും ഇവരിലേറെ പേരും അതറിയുന്നില്ല. وَاصْبِرْ لِحُكْمِ رَبِّكَ فَإِنَّكَ بِأَعْيُنِنَا وَسَبِّحْ بِحَمْدِ رَبِّكَ حِينَ تَقُومُ അതിനാൽ നിന്റെ നാഥന്റെ തീരുമാനത്തെ ക്ഷമയോടെ കാത്തിരിക്കുക. നീ നമ്മുടെ കൺപാടിൽ തന്നെയാണ്. നീ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നിന്റെ നാഥനെ കീർത്തിക്കുന്നതോടൊപ്പം അവന്റെ വിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുക. وَمِنَ اللَّيْلِ فَسَبِّحْهُ وَإِدْبَارَ النُّجُومِ ഇരവിലും അവന്റെ വിശുദ്ധിയെ വാഴ്ത്തുക. താരകങ്ങൾ അധ്യായം 53 അൻ-നജ്ം. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 62. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദയാപരനും പരമകാരുണികനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. വന്നജ്മി ഇദാ ഹവാ. നക്ഷത്രം സാക്ഷി, അത് അസ്തമിക്കുമ്പോൾ. മാ ضل സാഹിബുകും വമാ ഗവാ. നിങ്ങളുടെ കൂട്ടുകാരനായ പ്രവാചകന് വഴി തെറ്റിയിട്ടില്ല, ദുർമാർഗിയായിട്ടുമില്ല. വമാ യൻതിഖു അനിൽ ഹവാ. അദ്ദേഹം തോന്നിയെപ്പോലെ സംസാരിക്കുന്നുമില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ഈ സന്ദേശം അദ്ദേഹത്തിന് നൽകപ്പെട്ട ദിവ്യബോധനം മാത്രമാണ്. അല്ലമഹു ശദീദുൽ ഖുവാ. അദ്ദേഹത്തെ അത് അഭ്യസിപ്പിച്ചത് ഏറെ കരുത്തനാണ്. ദൂ മിർറത്തിൻ ഫസ്തവാ. പ്രബലനായ ഒരു വ്യക്തി, അങ്ങനെ അവൻ നിവർന്നു നിന്നു. വഹുവ ബിൽ ഉഫുഖിൽ അഅ്ലാ. അത്യുന്നതമായ ചക്രവാളത്തിലായിക്കൊണ്ട്. ثم دنا فتدلى. പിന്നെ അവൻ അടുത്തുവന്നു, വീണ്ടും അടുത്തു. فكان قاب قوسين أو أدنى. അങ്ങനെ രണ്ടു വില്ലോളമോ അതിൽ കൂടുതലോ അടുത്തു നിലകൊണ്ടു. فأوحى إلى عبده ما أوحى. അപ്പോൾ അല്ലാഹു തന്റെ ദാസന് നൽകേണ്ട സന്ദേശം അവൻ ബോധനമായി നൽകി. ما كذب الفؤاد ما رأى. അദ്ദേഹം കണ്ണുകൊണ്ട് കണ്ടതിനെ
മനസ്സ് കളവാക്കിയില്ല. أفتمارونه على ما يرى എന്നിട്ടും ആ പ്രവാചകൻ നേരിൽ കണ്ടതിനെക്കുറിച്ച് നിങ്ങൾ അദ്ദേഹത്തോട് തർക്കിക്കുകയാണോ? ولقد رآه نزلة أخرى മറ്റൊരു ഇറങ്ങിവരവ് വേളയിലും അദ്ദേഹം ജിബ്രീലിനെ കണ്ടിട്ടുണ്ട്. عند سدرة المنتهى സിദ്റത്തുൽ മുൻതഹായുടെ അടുത്തുവെച്ച്. عندها جنة المأوى അതിനടുത്താണ് അഭയസ്ഥാനമായ സ്വർഗം. إذ يغشى السدرة ما يغشى അന്നേരം സിദ്റയെ ആവരണം ചെയ്യുന്ന അതിഗംഭീരമായ പ്രഭാവം അതിനെ ആവരണം ചെയ്യുന്നുണ്ടായിരുന്നു. ما زاغ البصر وما طغى അപ്പോൾ പ്രവാചകന്റെ ദൃഷ്ടി തെറ്റിപ്പോയില്ല, പരിധി ലംഘിച്ചുമില്ല. لقد رأى من آيات ربه الكبرى ഉറപ്പായും അദ്ദേഹം തന്റെ നാഥന്റെ മഹത്തായ ചില ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ടുണ്ട്. أفرأيتم اللات والعزى ലാത്തിനെയും ഉസ്സയെയും സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ومناة الثالثة الأخرى കൂടാതെ മൂന്നാമതായുള്ള മനാത്തിനെക്കുറിച്ചും. ألكم الذكر وله الأنثى നിങ്ങൾക്ക് ആണും അല്ലാഹുവിന് പെണ്ണും അല്ലേ? تلك إذا قسمة ضيزى എങ്കിൽ ഇത് തീർത്തും നീതിരഹിതമായ വിഭജനം തന്നെ. إن هي إلا أسماء سميتموها أنتم وآباؤكم ما أنزل الله بها من سلطان إن يتبعون إلا الظن وما تهوى الأنفس وَلَقَدْ جَاءَهُم مِّن رَّبِّهِمُ الْهُدَى യഥാർത്ഥത്തിൽ അവ നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കളും വിളിച്ച ചില പേരുകളല്ലാതൊന്നുമല്ല. അല്ലാഹു ഇവയ്ക്കൊന്നും ഒരു തെളിവും നൽകിയിട്ടില്ല. ഊഹത്തെയും ദേഹേച്ഛയെയും മാത്രമാണ് അവർ പിൻപറ്റുന്നത്. നിശ്ചയം അവർക്ക് തങ്ങളുടെ നാഥനിൽ നിന്നുള്ള നേർവഴി വന്നെത്തിയിട്ടുണ്ട്. أَمْ لِلْإِنسَانِ مَا تَمَنَّى അതല്ല, മനുഷ്യൻ കൊതിച്ചതൊക്കെ തന്നെയാണോ അവന് കിട്ടുക? فَلِلَّهِ الْآخِرَةُ وَالْأُولَى എന്നാൽ അറിയുക, ഈ ലോകവും പരലോകവും അല്ലാഹുവിൻ്റെതാണ്. وَكَم مِّن مَّلَكٍ فِي السَّمَاوَاتِ لَا تُغْنِي شَفَاعَتُهُمْ شَيْئًا إِلَّا مِن بَعْدِ أَن يَأْذَنَ اللَّهُ لِمَن يَشَاءُ وَيَرْضَى മാനത്ത് എത്ര മലക്കുകളുണ്ട്, അവരുടെ ശുപാർശകളൊന്നും ഒട്ടും ഉപകരിക്കുകയില്ല. അല്ലാഹു ഇച്ഛിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവർക്ക് അവൻ അനുമതി നൽകിയ ശേഷമല്ലാതെ. ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ലയുസമ്മൂനൽ മലായികത തസ്മിയതൽ ഉൻസാ പരലോക വിശ്വാസമില്ലാത്തവർ മലക്കുകളെ സ്ത്രീനാമങ്ങളിലാണ് വിളിക്കുന്നത്. വമാ ലഹും ബിഹി മിൻ ഇൽം ഇൻ യത്തബിഊന ഇല്ല الظن വഇന്ന الظن ലാ യുഗ്നി മിനൽ ഹഖ് ശൈആ അവർക്ക് അതേക്കുറിച്ച് ഒരറിവുമില്ല. അവർ ഊഹത്തെ മാത്രം പിൻപറ്റുകയാണ്. ഊഹമോ സത്യത്തിന് ഒരു പ്രയോജനവും ചെയ്യുകയില്ല. فأعرض عمن تولى عن ذكرنا ولم يرد إلا الحياة الدنيا അതിനാൽ നമ്മെ ഓർക്കുന്നതിൽ നിന്ന് പിന്തിരിയുകയും ഐഹിക ജീവിത സുഖത്തിനപ്പുറമൊന്നും ലക്ഷ്യമാക്കാതിരിക്കുകയും ചെയ്യുന്നവരെ അവരുടെ പാട്ടിന് വിട്ടേക്കുക. ذلك مبلغهم من العلم
إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بمن اهتدى. അവർക്ക് നേടാനായ അറിവ് അത് മാത്രമാണ്. തന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിയവർ ആരെന്ന് ഏറ്റവും നന്നായി അറിയുന്നവൻ നിന്റെ നാഥനാണ്. നേർവഴി പ്രാപിച്ചവരെപ്പറ്റി നന്നായി അറിയുന്നവനും അവൻ തന്നെ. വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി ലിയജ്സിയല്ലദീന അസാഉ ബിമാ അമിലൂ വയജ്സിയല്ലദീന അഹ്സനൂ ബിൽ ഹുസ്നാ. ആകാശഭൂമികളിലുള്ളതൊക്കെയും അല്ലാഹുവിൻ്റേതാണ്. ദുർവൃത്തർക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്കൊത്ത പ്രതിഫലം നൽകാനാണത്, സദ്വൃത്തർക്ക് സദ്ഫലം സമ്മാനിക്കാനും. الذين يجتنبون كبائر الإثم والفواحش إلا اللمم إن ربك واسع المغفرة هو أعلم بكم إذ أنشأكم من الأرض وإذ أنتم أجنة في بطون أمهاتكم فلا تزكوا أنفسكم هو أعلم بمن اتقى. അവരോ വൻ പാപങ്ങളും നീചവൃത്തികളും വർജിക്കുന്നവരാണ്, കൊച്ചു വീഴ്ചകളൊഴികെ. നിശ്ചയമായും നിന്റെ നാഥൻ ഉദാരമായി പൊറുക്കുന്നവനാണ്. നിങ്ങളെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കിയപ്പോഴും നിങ്ങൾ നിങ്ങളുടെ മാതാക്കളുടെ ഗർഭാശയത്തിൽ ഭ്രൂണമായിരുന്നപ്പോഴും നിങ്ങളെപ്പറ്റി നന്നായി അറിയുന്നവൻ അവൻ തന്നെ. അതിനാൽ നിങ്ങൾ സ്വയം വിശുദ്ധി ചമയാതിരിക്കുക. യഥാർത്ഥ ഭക്തനാരെന്ന് നന്നായി അറിയുന്നവൻ അവൻ മാത്രമാണ്. എന്നാൽ സത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞവനെ നീ കണ്ടോ? കുറച്ചു കൊടുത്തു നിർത്തിയവനെ. അവന്റെ വശം വല്ല അഭൗതിക ജ്ഞാനവുമുണ്ടോ? അങ്ങനെ അവനത് കണ്ടുകൊണ്ടിരിക്കുകയാണോ? അതല്ല, മൂസായുടെ ഏടുകളിലുള്ളവയെപ്പറ്റി അവന് അറിവ് ലഭിച്ചിട്ടില്ലേ? ഉത്തരവാദിത്വങ്ങൾ പൂർത്തീകരിച്ച ഇബ്രാഹീമിന്റെയും അതെന്തെന്നാൽ പാപഭാരം ചുമക്കുന്ന ആരും അപരന്റെ പാപച്ചുമട് പേറുകയില്ല. മനുഷ്യന് അവൻ പ്രവർത്തിച്ചതല്ലാതൊന്നുമില്ല. തന്റെ കർമ്മഫലം താമസിയാതെ അവനെ കാണിക്കും. പിന്നെ അവൻ അതിന് തികവോടെ പ്രതിഫലം ലഭിക്കും. ഒടുവിൽ ഒക്കെയും നിന്റെ നാഥങ്കലാണ് ചെന്നെത്തുക. ചിരിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതും അവനാണ്. മരിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും അവൻ തന്നെ. ഇണകളെ സൃഷ്ടിച്ചതും അവനാണ്. ബീജത്തിൽ നിന്ന് അത് സ്രവിക്കപ്പെട്ടാൽ വീണ്ടും ജീവിപ്പിക്കുക എന്നത് അവന്റെ ധർമ്മമത്രേ. ഐശ്വര്യമേകിയതും തൃപ്തനാക്കിയതും അവൻ തന്നെ. പുണർദം നക്ഷത്രത്തിന്റെ നാഥനും അവനാണ്. പൗരാണിക ആദ് വർഗത്തെ നശിപ്പിച്ചതും അവൻ തന്നെ. സമൂദിനെയും അവരിലാരെയും ബാക്കി വച്ചില്ല.
إنهم كانوا هم أظلم وأطغى. അതിനു മുമ്പേ നോഹിന്റെ ജനതയെയും അവൻ നശിപ്പിച്ചു, കാരണം അവർ കടുത്ത അക്രമികളും ധിക്കാരികളുമായിരുന്നു. والمؤتفكة أهوى. കീഴ്മേൽ മറിഞ്ഞ നാടിനെയും അവൻ തകർത്തു തരിപ്പണമാക്കി. فغشاها ما غشا. അങ്ങനെ അവൻ അതിനെ വൻ വിപത്തിനാൽ മൂടി. فبأي آلاء ربك تتمارى. എന്നിട്ടും നിന്റെ നാഥന്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നീ സംശയിക്കുന്നത്? هذا نذير من النذر الأولى. ഈ പ്രവാചകൻ മുമ്പുള്ള താക്കീതുകാരുടെ കൂട്ടത്തിൽപ്പെട്ട മുന്നറിയിപ്പുകാരൻ തന്നെ. أزفت الآزفة. വരാനിരിക്കുന്ന ആ സംഭവം അഥവാ ലോകാവസാനം ഇതാ അടുത്തെത്തിയിരിക്കുന്നു. ليس لها من دون الله كاشفة. അതിനെ തട്ടിമാറ്റാൻ അല്ലാഹുവല്ലാതെ ആരുമില്ല. أفمن هذا الحديث تعجبون. എന്നിട്ടും ഈ വചനത്തെ സംബന്ധിച്ച് നിങ്ങൾ വിസ്മയം കൂറുകയാണോ? وتضحكون ولا تبكون. നിങ്ങൾ കരയാതെ ചിരിക്കുകയോ? وأنتم سامدون. നിങ്ങൾ തികഞ്ഞ അശ്രദ്ധയിൽ തന്നെ കഴിയുകയാണോ? فاسجدوا لله واعبدوا. അതിനാൽ അല്ലാഹുവിന് സുജൂദ് ചെയ്യുക, അവന് മാത്രം വഴിപ്പെടുകയും ചെയ്യുക. അധ്യായം 54. അൽ ഖമർ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 55. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഇഖ്തറബത്തിസ് സാഅതു വൻശഖൽ ഖമർ. അന്ത്യനാൾ ആസന്നമായി, ചന്ദ്രൻ പിളർന്നു. വഇൻ യറൗ ആയതൻ യുഅ്രിദൂ വയഖൂലൂ സിഹ്റുൻ മുസ്തമിർ. എന്നാൽ ഏത് ദൃഷ്ടാന്തം കണ്ടാലും അവരതിനെ അവഗണിക്കുന്നു, തുടർന്നു പോരുന്ന മായാജാലമെന്ന് പറയുകയും ചെയ്യുന്നു. വകദ്ദബൂ വത്തബഊ അഹ്വാഅഹും വകുല്ലു അംരിൻ മുസ്തഖിർ. അവരതിനെ തള്ളിപ്പറഞ്ഞു, സ്വേച്ഛകളെ പിൻപറ്റി. എന്നാൽ എല്ലാ കാര്യങ്ങളും ഒരു പര്യവസാനത്തിലെത്തുക തന്നെ ചെയ്യും. വലഖദ് ജാഅഹും മിനൽ അൻബാഇ മാ ഫീഹി മുസ്ദജർ ഹിക്മത്തുൻ ബാലിഗത്തുൻ ഫമാ തുഗ്നിൻ നുദുർ. തീർച്ചയായും അവർക്ക് നേരത്തെ ചില വിവരങ്ങൾ വന്നെത്തിയിട്ടുണ്ട്. ദുർമാർഗത്തിൽ നിന്ന് തടഞ്ഞു നിർത്തുന്ന താക്കീതുകൾ അതിലുണ്ട്, തികവാർന്ന തത്വങ്ങളും. എന്നിട്ടും താക്കീതുകൾ അവർക്കുപകരിക്കുന്നില്ല. ഫതവല്ല അൻഹും യൗമ യദ്ഉ അദ്ദാഇ ഇലാ ശൈഇൻ നുകുർ. അതിനാൽ അവരെ വിട്ടകലുക, അതിഭീകരമായ ഒരു കാര്യത്തിലേക്ക് അവരെ വിളിക്കുന്ന ദിനം. ഖുശ്ശ അൻ അബ്സാറുഹും യഖ്റുജൂന മിനൽ അജ്ദാഥി കഅന്നഹും ജറാദും മുൻതശിർ. പേടിച്ചരണ്ട കണ്ണുകളോടെ അവർ തങ്ങളുടെ ഖബറുകളിൽ നിന്ന് പുറത്തുവരും, പരന്നു പറക്കുന്ന വെട്ടുകിളികളെപ്പോലെ. മുഹ്തിഈന ഇലദ്ദാഇ യഖൂലുൽ കാഫിറൂന ഹാദാ യൗമുൻ അസിർ. വിളിയാളന്റെ അടുത്തേക്ക് അവർ പാഞ്ഞെത്തും. അന്ന് സത്യനിഷേധികൾ വിലപിക്കും, ഇതൊരു ദുർദിനം തന്നെ. കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹിൻ ഫകദ്ദബൂ അബ്ദനാ വഖാലൂ മജ്നൂനു വസ്ദുജിർ. ഇവർക്ക് മുമ്പ് നൂഹിന്റെ ജനതയും ഇவ்விധം സത്യത്തെ നിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ നമ്മുടെ ദാസനെ തള്ളിപ്പറഞ്ഞു, ഭ്രാന്തനെന്ന് വിളിച്ചു, വിരട്ടിയോടിക്കുകയും ചെയ്തു. ഫദഅ റബ്ബഹു അന്നീ മഗ്ലൂബുൻ ഫന്തസിർ. അപ്പോഴദ്ദേഹം തന്റെ നാഥനെ വിളിച്ചു പ്രാർത്ഥിച്ചു, ഞാൻ തോറ്റിരിക്കുന്നു,
അതിനാൽ നീ എന്നെ സഹായിക്കണമേ. ففتحنا أبواب السماء بماء منهمر. അങ്ങനെ കോരിച്ചൊരിയുന്ന പേമാരിയാൽ നാം വാനകവാടങ്ങൾ തുറന്നു. وفجرنا الأرض عيونا فالتقى الماء على أمر قد قدر. ഭൂമിയെ പിളർത്തി അരുവികൾ പൊട്ടിയൊഴുക്കി. അങ്ങനെ നിശ്ചയിക്കപ്പെട്ട കാര്യം നടക്കാനായി ഈ വെള്ളമൊക്കെയും സംഗമിച്ചു. وحملناه على ذات ألواح ودسر. നൂഹിനെ നാം പലകകളും കീലങ്ങളുമുള്ള കപ്പലിൽ കയറ്റി. تجري بأعيننا جزاء لمن كان كفر. അത് നമ്മുടെ മേൽനോട്ടത്തിലാണ് നീങ്ങിയിരുന്നത്. ജനം നിഷേധിച്ച് തള്ളിയവനുള്ള പ്രതിഫലമാണത്. وَلَقَدْ تَرَكْنَاهَا آيَةً فَهَلْ مِن مُّدَّكِرٍ. ഉറപ്പായും നാം അതിനെ ഒരു തെളിവായി ബാക്കി വച്ചിട്ടുണ്ട്. അതിനാൽ ചിന്തിച്ച് പാഠം ഉൾക്കൊള്ളുന്ന ആരെങ്കിലുമുണ്ടോ? فَكَيْفَ كَانَ عَذَابِي وَنُذُرِ. അപ്പോൾ എന്റെ ശിക്ഷയും താക്കീതും എവ്വിധമായിരുന്നുവെന്ന് അറിയുക. وَلَقَدْ يَسَّرْنَا الْقُرْآنَ لِلذِّكْرِ فَهَلْ مِن مُّدَّكِرٍ. ഈ ഖുർആനിനെ നാം ചിന്തിച്ചറിയാനായി ലളിതമാക്കിയിരിക്കുന്നു. അതിനാൽ ആലോചിച്ചറിയുന്ന ആരെങ്കിലുമുണ്ടോ? كَذَّبَتْ عَادٌ فَكَيْفَ كَانَ عَذَابِي وَنُذُرِ. ആദ് സമുദായം സത്യത്തെ നിഷേധിച്ചു. അപ്പോൾ എന്റെ ശിക്ഷയും താക്കീതും എവ്വിധമായിരുന്നുവെന്നോ? إِنَّا أَرْسَلْنَا عَلَيْهِمْ رِيحًا صَرْصَرًا فِي يَوْمِ نَحْسٍ مُسْتَمِرٍّ. അവരുടെ നേരെ നാം ചീറ്റിയടിക്കുന്ന കാറ്റിനെ അയച്ചു, വിട്ടൊഴിയാത്ത ദുശ്ശകുനത്തിന്റെ നാളിൽ. تنزع الناس كأنهم أعجاز نخل منقعر. അത് ആ ജനത്തെ പിഴുതുമാറ്റിക്കൊണ്ടിരുന്നു, കടപുഴകി വീണ ഈത്തപ്പനത്തടി പോലെ. فكيف كان عذابي ونذر. അപ്പോൾ എന്റെ ശിക്ഷയും താക്കീതും എമ്മട്ടിലായിരുന്നുവെന്ന്. ولقد يسرنا القرآن للذكر فهل من مدكر. ചിന്തിച്ചു മനസ്സിലാക്കാനായി ഈ ഖുർആനിനെ നാം ലളിതമാക്കിയിരിക്കുന്നു. ആലോചിച്ചു മനസ്സിലാക്കുന്ന ആരെങ്കിലുമുണ്ടോ? كذبت ثمود بالنذر. സമൂദ് സമുദായം മുന്നറിയിപ്പുകളെ കള്ളമാക്കി തള്ളി. فقالوا أبشرا منا واحدا نتبعه إنا إذا لفي ضلال وسعر. അങ്ങനെ അവർ ചോദിച്ചു, നമ്മുടെ കൂട്ടത്തിലെ ഒരു മനുഷ്യനെ നാം പിന്തുടരുകയോ? എങ്കിൽ നാം വഴികേടിലും ബുദ്ധിശൂന്യതയിലും അകപ്പെട്ടതു തന്നെ. أألقي الذكر عليه من بيننا بل هو كذاب أشر. നമുക്കിടയിൽ നിന്ന് ഇവന് മാത്രം ഉദ്ബോധനം നൽകപ്പെട്ടുവെന്നോ? ഇല്ല, ഇവൻ അഹങ്കാരിയായ പെരുങ്കള്ളനാണ്. سيعلمون غدا من الكذاب الأشر. എന്നാൽ നാളെ അവരറിയുക തന്നെ ചെയ്യും ആരാണ് അഹങ്കാരിയായ പെരുങ്കള്ളനെന്ന്. إنا مرسل الناقة فتنة لهم فارتقبهم واصطبر. അവർക്ക് ഒരു പരീക്ഷണമെന്ന നിലയിൽ നാം ഒരൊട്ടകത്തെ അയക്കുകയാണ്. അതിനാൽ നീ അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക, ക്ഷമയവലംബിക്കുക. ونبئهم أن الماء قسمة بينهم كل شرب محتضر. അവരെ അറിയിക്കുക, കുടിവെള്ളം അവർക്കും ഒട്ടകത്തിനുമിടയിൽ പങ്കുവെക്കപ്പെട്ടിരിക്കുന്നു. ഓരോരുത്തരും തങ്ങളുടെ ഊഴമനുസരിച്ചേ വെള്ളത്തിന് വരാവൂ. فنادوا صاحبهم فتعاطى فعقر. അവസാനം അവർ തങ്ങളുടെ കൂട്ടുകാരനെ വിളിച്ചു,
അവൻ അക്കാര്യം ഏറ്റെടുത്തു. അങ്ങനെ അവൻ ഒട്ടകത്തെ കശാപ്പ് ചെയ്തു. فكيف كان عذابي ونذر അപ്പോൾ നമ്മുടെ ശിക്ഷയും താക്കീതും എவ்விധമായിരുന്നുവെന്നു. إنا أرسلنا عليهم صيحة واحدة فكانوا كهشيم المحتضر നാം അവരുടെ മേൽ ഒരു ഘോരഗർജനമയച്ചു. അപ്പോഴവർ കാലിത്തൊഴുത്തിലെ കച്ചിത്തുരുമ്പുകൾ പോലെയായി. وَلَقَدْ يَسَّرْنَا الْقُرْآنَ لِلذِّكْرِ فَهَلْ مِن مُّدَّكِرٍ ചിന്തിച്ചറിയാനായി നാം ഈ ഖുർആനിനെ ലളിതമാക്കിയിരിക്കുന്നു. എന്നാൽ ചിന്തിച്ചു മനസ്സിലാക്കുന്നവരായി ആരെങ്കിലുമുണ്ടോ? كَذَّبَتْ قَوْمُ لُوطٍ بِالنُّذُرِ ലൂത്തിന്റെ ജനത താക്കീതുകൾ തള്ളിക്കളഞ്ഞു. إِنَّا أَرْسَلْنَا عَلَيْهِمْ حَاصِبًا إِلَّا آلَ لُوطٍ نَجَّيْنَاهُمْ بِسَحَرٍ നാം അവരുടെ നേരെ ചരൽക്കാറ്റയച്ചു. ലൂത്തിന്റെ കുടുംബമേ അതിൽ നിന്നൊഴിവായുള്ളൂ. രാവിന്റെ ഒടുവുവേളയിൽ നാം അവരെ രക്ഷപ്പെടുത്തി. نِعْمَةً مِّنْ عِندِنَا كَذَلِكَ نَجْزِي مَن شَكَرَ നമ്മിൽ നിന്നുള്ള അനുഗ്രഹമായിരുന്നു അത്. അவ்விധമാണ് നന്ദി കാണിക്കുന്നവർക്ക് നാം പ്രതിഫലമേകുന്നത്. وَلَقَدْ أَنذَرَهُم بَطْشَتَنَا فَتَمَارَوْا بِالنُّذُرِ നമ്മുടെ ശിക്ഷയെ സംബന്ധിച്ച് ലൂത്ത് അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവർ താക്കീതുകളെ സംശയിച്ച് തള്ളുകയായിരുന്നു. وَلَقَدْ رَاوَدُوهُ عَن ضَيْفِهِ فَطَمَسْنَا أَعْيُنَهُمْ فَذُوقُوا عَذَابِي وَنُذُرِ അവർ അദ്ദേഹത്തോട് തന്റെ അതിഥികളെ അവരുടെ ഇച്ഛാപൂരണത്തിന് വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ നാം അവരുടെ കണ്ണുകളെ തുടച്ചു മായ്ച്ചു. എന്റെ ശിക്ഷയും താക്കീതും ആസ്വദിച്ചു കൊള്ളുക. وَلَقَدْ صَبَّحَهُم بُكْرَةً عَذَابٌ مُسْتَقِرٌّ അതിരാവിലെ തന്നെ സ്ഥായിയായ ശിക്ഷ അവരെ പിടികൂടിക്കഴിഞ്ഞിരുന്നു. فَذُوقُوا عَذَابِي وَنُذُرِ എന്റെ ശിക്ഷയും താക്കീതുകളും നിങ്ങൾ അനുഭവിച്ചാസ്വദിച്ചു കൊള്ളുക. وَلَقَدْ يَسَّرْنَا الْقُرْآنَ لِلذِّكْرِ فَهَلْ مِن مُّدَّكِرٍ ചിന്തിച്ചറിയാനായി നാം ഈ ഖുർആനിനെ ലളിതമാക്കിയിരിക്കുന്നു. ആലോചിച്ചറിയുന്നവരായി ആരെങ്കിലുമുണ്ടോ? وَلَقَدْ جَاءَ آلَ فِرْعَوْنَ النُّذُرُ ഫിർഔന്റെ ആൾക്കാർക്കും താക്കീതുകൾ വന്നെത്തിയിരുന്നു. كَذَّبُوا بِآيَاتِنَا كُلِّهَا فَأَخَذْنَاهُمْ أَخْذَ عَزِيزٍ مُقْتَدِرٍ അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെയൊക്കെ കള്ളമാക്കി തള്ളി. അപ്പോൾ നാം അവരെ പിടികൂടി. പ്രതാപിയും പ്രബലനുമായ ഒരുത്തന്റെ പിടികൂടൽ. أَكُفَّارُكُمْ خَيْرٌ مِّنْ أُولَئِكُمْ أَمْ لَكُمْ بَرَاءَةٌ فِي الزُّبُرِ നിങ്ങളുടെ ഈ നിഷേധികൾ അവരെക്കാൾ മെച്ചമാണോ? അതല്ലെങ്കിൽ വേദത്താളുകളിൽ നിങ്ങളുടെ പാപമുക്തിക്ക് വല്ല ഉപായങ്ങളുമുണ്ടോ? أَمْ يَقُولُونَ نَحْنُ جَمِيعٌ مُّنتَصِرٌ അതല്ല, തങ്ങൾ സംഘടിതരാണെന്നും സ്വയം രക്ഷപ്രാപിച്ചു കൊള്ളാമെന്നും അവരവകാശപ്പെടുന്നുവോ? سَيُهْزَمُ الْجَمْعُ وَيُوَلُّونَ الدُّبُرَ എങ്കിൽ അടുത്തുതന്നെ ഈ സംഘം പരാജിതരാവും, പിന്തിരിഞ്ഞോടുകയും ചെയ്യും. بَلِ السَّاعَةُ مَوْعِدُهُمْ وَالسَّاعَةُ أَدْهَى وَأَمَرُّ എന്നാൽ ആ അന്ത്യനാളാണ് അവരുടെ കണക്ക് തീർപ്പിനുള്ള നിശ്ചിത സമയം. ആ അന്ത്യസമയം അത്യന്തം ഭീകരവും തിക്തവും തന്നെ. إِنَّ الْمُجْرِمِينَ فِي ضَلَالٍ وَسُعُرٍ തീർച്ചയായും ഈ കുറ്റവാളികൾ വ്യക്തമായ വഴികേടിലാകുന്നു, തികഞ്ഞ ബുദ്ധിശൂന്യതയിലും.
يوم يسحبون في النار على وجوههم ذوقوا مس سقر. ഇവരെ മുഖം നിലത്തുകുത്തിയവരായി നരകത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ദിനം അന്ന് അവരോട് പറയും, നിങ്ങൾ നരകസ്പർശം ആസ്വദിച്ചുകൊള്ളുക. ഇന്നാ കുല്ല ശൈഇൻ ഖലഖനാഹു ബിഖദർ. എല്ലാ വസ്തുക്കളെയും നാം സൃഷ്ടിച്ചത് കൃത്യതയോടെയാണ്. വമാ അംറുനാ ഇല്ലാ വാഹിദതുൻ കലംഹിൻ ബിൽ ബസർ. നമ്മുടെ കൽപ്പന ഒരൊറ്റ ഉത്തരവത്രേ, ഇമ വെട്ടുമ്പോഴേക്കും അത് നടപ്പാവുന്നു. വലഖദ് അഹ്ലക്നാ അശ്യാഅകും ഫഹൽ മിൻ മുദ്ദകിർ. നിശ്ചയമായും നിങ്ങളെപ്പോലുള്ള പല കക്ഷികളെയും നാം നശിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ ആലോചിച്ചറിയുന്ന ആരെങ്കിലുമുണ്ടോ? വകുല്ലു ശൈഇൻ ഫഅലൂഹു ഫിസ്സുബുർ. അവർ ചെയ്തതൊക്കെയും രേഖകളിലുണ്ട്. വകുല്ലു സഗീരിൻ വകബീരിൻ മുസ്തതർ. നിസ്സാരവും ഗുരുതരവുമായ ഏതു കാര്യവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വനഹർ. ഭക്തർ ഉറപ്പായും സ്വർഗീയാരാമങ്ങളിലും അരുവികളിലുമായിരിക്കും. ഫീ മഖഅദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ. സത്യത്തിന്റെ ആസ്ഥാനത്ത്, ശക്തനായ രാജാധിരാജന്റെ ചാരത്ത്. അധ്യായം 55. അർ-റഹ്മാൻ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 78. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അർ-റഹ്മാൻ. പരമകാരുണികൻ. അല്ലമൽ ഖുർആൻ. അവൻ ഈ ഖുർആൻ പഠിപ്പിച്ചു. ഖലഖൽ ഇൻസാൻ. അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു. അല്ലമഹുൽ ബയാൻ. അവനെ സംസാരം അഭ്യസിപ്പിച്ചു. അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ. സൂര്യനും ചന്ദ്രനും നിശ്ചിത ക്രമമനുസരിച്ചാണ് സഞ്ചരിക്കുന്നത്. വന്നജ്മു വശ്ശജറു യസ്ജുദാൻ. താരവും മരവും അവന് സുജൂദ് ചെയ്യുന്നു. വസ്സമാഅ റഫഅഹാ വവദഅൽ മീസാൻ. അവൻ മാനത്തെ ഉയർത്തി നിർത്തി, തുലാസ് സ്ഥാപിച്ചു. അല്ലാ തത്ഗൗ ഫിൽ മീസാൻ. നിങ്ങൾ തുലാസിൽ ക്രമക്കേട് വരുത്താതിരിക്കാൻ. വഅഖീമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ. അതിനാൽ നീതിപൂർവം കൃത്യതയോടെ തുലാസ് ഉപയോഗിക്കുക, തൂക്കത്തിൽ കുറവ് വരുത്തരുത്. വൽ അർദ വദഅഹാ ലിൽ അനാം. ഭൂമിയെ അവൻ സൃഷ്ടികൾക്കായി സംവിധാനിച്ചു. ഫീഹാ ഫാകിഹതു വന്നഖ്ലു ദാതുൽ അക്മാം. അതിൽ ധാരാളം പഴമുണ്ട്, കൊതുമ്പുള്ള ഈത്തപ്പനകളും. വൽ ഹബ്ബു ദുൽ അസ്ഫി വറൈഹാൻ. വൈക്കോലോടുകൂടിയ ധാന്യങ്ങളും സുഗന്ധച്ചെടികളുമുണ്ട്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അപ്പോൾ നിങ്ങൾ ഇരു കൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? ഖലഖൽ ഇൻസാന മിൻ സൽസാലിൻ കൽ ഫഖാർ. മൺകുടം പോലെ മുട്ടിയാൽ മുഴങ്ങുന്ന കളിമണ്ണിൽ നിന്ന് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു. വഖലഖൽ ജാന്ന മിൻ മാരിജിൻ മിൻ നാർ. പുകയില്ലാത്ത അഗ്നിജ്വാലയിൽ നിന്ന്
ജിന്നിനെയും സൃഷ്ടിച്ചു. فبأي آلاء ربكما تكذبان അപ്പോൾ നിങ്ങളിരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? رب المشرقين ورب المغربين രണ്ട് ഉദയസ്ഥാനങ്ങളുടെയും രണ്ട് അസ്തമയസ്ഥാനങ്ങളുടെയും നാഥൻ അവനത്രേ. فبأي آلاء ربكما تكذبان അപ്പോൾ നിങ്ങളിരുകൂട്ടരുടെയും നാഥന്റെ ഏത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? مرج البحرين يلتقيان അവൻ രണ്ട് സമുദ്രങ്ങളെ പരസ്പരം സംഗമിക്കാൻ സാധിക്കുമാറ് അയച്ചുവിട്ടിരിക്കുന്നു. بينهما برزخ لا يبغيان അവ രണ്ടിനുമിടയിൽ ഒരു നിരോധപടലമുണ്ട്. അവ പരസ്പരം അതിക്രമിച്ചു കടക്കുകയില്ല. فبأي آلاء ربكما تكذبان അപ്പോൾ നിങ്ങളിരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? يخرج منهما اللؤلؤ والمرجان അവ രണ്ടിൽ നിന്നും മുത്തും പവിഴവും കിട്ടുന്നു. فبأي آلاء ربكما تكذبان അപ്പോൾ നിങ്ങളിരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? وله الجوار المنشآت في البحر كالأعلام സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന പർവ്വതങ്ങൾ പോലെ ഉയരമുള്ള കപ്പലുകൾ അവന്റേതാണ്. فبأي آلاء ربكما تكذبان അപ്പോൾ നിങ്ങളിരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? كل من عليها فان ഭൂതലത്തിലുള്ളതൊക്കെയും നശിക്കുന്നവയാണ്. ويبقى وجه ربك ذو الجلال والإكرام മഹാനും ഗംഭീരനുമായ നിന്റെ നാഥന്റെ അസ്തിത്വം മാത്രമാണ് അവശേഷിക്കുക. فبأي آلاء ربكما تكذبان അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? يسأله من في السماوات والأرض كل يوم هو في شأن ആകാശഭൂമികളിലുള്ളവയൊക്കെയും തങ്ങളുടെ ആവശ്യങ്ങൾ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ അവനെന്നും കാര്യനിർവഹണത്തിലാണ്. فبأي آلاء ربكما تكذبان അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? سنفرغ لكم أيها الثقلان ഭൂമിക്ക് ഭാരമായ ജിന്നുകളെ, മനുഷ്യരെ, നിങ്ങളുടെ വിചാരണയ്ക്കായി നാം ഒഴിഞ്ഞുവരുന്നുണ്ട്. فبأي آلاء ربكما تكذبان അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? يا معشر الجن والإنس إن استطعتم أن تنفذوا من أقطار السماوات والأرض فانفذوا لا تنفذون إلا بسلطان ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹമേ, ആകാശഭൂമികളുടെ അതിരുകൾ ഭേദിച്ച് പുറത്തു പോകാനാകുമെങ്കിൽ നിങ്ങൾ പുറത്തു പോവുക. നിങ്ങൾക്ക് പുറത്തു കടക്കാനാവില്ല ഒരു മഹാശക്തിയുടെ പിൻബലമില്ലാതെ. فبأي آلاء ربكما تكذبان അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? يرسل عليكما شواظ من
نار ونحاس فلا تنتصران. നിങ്ങൾ ഇരുകൂട്ടരുടെയും നേരെ തീക്ഷ്ണമായ തീജ്വാലകളും പുകപടലങ്ങളും അയക്കും. നിങ്ങൾക്കവയെ അതിജയിക്കാനാവില്ല. فبأي آلاء ربكما تكذبان. അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? فإذا انشقت السماء فكانت وردة كالدهان. ആകാശം പൊട്ടിപ്പിളർന്ന് റോസാപ്പൂ നിറമുള്ളതും കുഴമ്പ് പോലുള്ളതും ആയിത്തീരുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും? فبأي آلاء ربكما تكذبان. അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിന്റെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? فيومئذ لا يسأل عن ذنبه إنس ولا جان. അന്നേ ദിനം മനുഷ്യനോടോ ജിന്നിനോടോ അവരുടെ പാപമെന്തെന്ന് ചോദിച്ചറിയേണ്ടതില്ലാത്ത വിധം അത് വ്യക്തമായിരിക്കും. فبأي آلاء ربكما تكذبان. അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? يعرف المجرمون بسيماهم فيؤخذ بالنواصي والأقدام. കുറ്റവാളികളെ അവരുടെ ലക്ഷണങ്ങൾ കൊണ്ടുതന്നെ തിരിച്ചറിയുന്നതാണ്. അവരെ കുടുമയിലും പാദങ്ങളിലും പിടിച്ചു വലിച്ചിഴയ്ക്കും. فبأي آلاء ربكما تكذبان. അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? هذه جهنم التي يكذب بها المجرمون. ഇതാകുന്നു കുറ്റവാളികൾ തള്ളിപ്പറയുന്ന നരകം. يطوفون بينها وبين حميم آن. അതിനും തിളച്ചുമറിയുന്ന ചൂടുവെള്ളത്തിനുമിടയിൽ അവർ കറങ്ങിക്കൊണ്ടിരിക്കും. فبأي آلاء ربكما تكذبان. അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? ولمن خاف مقام ربه جنتان. തന്റെ നാഥന്റെ സന്നിധിയിൽ തന്നെ കൊണ്ടുവരുമെന്ന് ഭയന്നവന് രണ്ട് സ്വർഗീയാരാമങ്ങളുണ്ട്. فبأي آلاء ربكما تكذبان. അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? ذواتا أفنان. അത് രണ്ടും നിരവധി സുഖൈശ്വര്യങ്ങളുള്ളവയാണ്. فبأي آلاء ربكما تكذبان. അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? فيهما عينان تجريان. അവ രണ്ടിലും ഒഴുകിക്കൊണ്ടിരിക്കുന്ന രണ്ട് അരുവികളുണ്ട്. فبأي آلاء ربكما تكذبان. അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും രക്ഷിതാവിന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? فيهما من كل فاكهة زوجان. അവ രണ്ടിലും ഓരോ പഴത്തിൽ നിന്നുമുള്ള ഈ രണ്ട് ഇനങ്ങളുണ്ട്. فبأي آلاء ربكما تكذبان. അപ്പോൾ നിങ്ങൾ ഇരുകൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? متكئين على فرش بطائنها من استبرق
وجنى الجنتين دان. അവർ മെത്തകളിൽ ചാരിക്കിടക്കുന്നവരായിരിക്കും. അവയുടെ ഉൾഭാഗം കട്ടികൂടിയ പട്ടുകൊണ്ടുള്ളതായിരിക്കും. ആ രണ്ട് തോട്ടങ്ങളിലെയും പഴങ്ങൾ ഞാന്ന് കിടക്കുന്നുണ്ടാവും. فبأي آلاء ربكما تكذبان. അപ്പോൾ നിങ്ങൾ ഇരു കൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? فيهن قاصرات الطرف لم يطمثهن إنس قبلهم ولا جان. അവയിൽ നോട്ടം നിയന്ത്രിക്കുന്ന തരുണികളുണ്ടായിരിക്കും. ഇവർക്ക് മുമ്പേ മനുഷ്യനോ ജിന്നോ അവരെ തൊട്ടിട്ടില്ല. فبأي آلاء ربكما تكذبان. അപ്പോൾ നിങ്ങൾ ഇരു കൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? كأنهن الياقوت والمرجان. അവർ മാണിക്യവും പവിഴവും പോലിരിക്കും. فبأي آلاء ربكما تكذبان. അപ്പോൾ നിങ്ങൾ ഇരു കൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? هل جزاء الإحسان إلا الإحسان. നന്മയുടെ പ്രതിഫലം നന്മയല്ലാതെന്ത്? فبأي آلاء ربكما تكذبان. അപ്പോൾ നിങ്ങൾ ഇരു കൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? ومن دونهما جنتان. അവ രണ്ടും കൂടാതെ വേറെയും രണ്ട് സ്വർഗത്തോപ്പുകളുണ്ട്. فبأي آلاء ربكما تكذبان. അപ്പോൾ നിങ്ങൾ ഇരു കൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? مدهامتان. പച്ചപ്പ് നിറഞ്ഞ രണ്ട് സ്വർഗീയാരാമങ്ങൾ. فبأي آلاء ربكما تكذبان. അപ്പോൾ നിങ്ങൾ ഇരു കൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? فيهما عينان نضاختان. അവ രണ്ടിലും കുതിച്ചൊഴുകുന്ന രണ്ടരുവികളുണ്ട്. فبأي آلاء ربكما تكذبان. അപ്പോൾ നിങ്ങൾ ഇരു കൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? فيهما فاكهة ونخل ورمان. അവ രണ്ടിലും പലയിനം പഴങ്ങളുണ്ട്. ഈത്തപ്പനകളും ഉറുമാൻ പഴങ്ങളുമുണ്ട്. فبأي آلاء ربكما تكذبان. അപ്പോൾ നിങ്ങൾ ഇരു കൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? فيهن خيرات حسان. അവയിൽ സുശീലകളും സുന്ദരികളുമായ തരുണികളുണ്ട്. فبأي آلاء ربكما تكذبان. അപ്പോൾ നിങ്ങൾ ഇരു കൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? حور مقصورات في الخيام. അവർ കൂടാരങ്ങളിൽ ഒതുങ്ങിക്കഴിയുന്ന ഹൂറികളാണ്. فبأي آلاء ربكما تكذبان. അപ്പോൾ നിങ്ങൾ ഇരു കൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? لم يطمثهن إنس قبلهم ولا جان. ഇവർക്ക് മുമ്പേ മനുഷ്യനോ ജിന്നോ
അവരെ തൊട്ടിട്ടില്ല. فبأي آلاء ربكما تكذبان അപ്പോൾ നിങ്ങൾ ഇരു കൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? متكئين على رفرف خضر وعبقري حسان അവർ ചാരുതയാർന്ന പരവതാനികളിലും പച്ചപ്പട്ടിന്റെ തലയണകളിലും ചാരിക്കിടക്കുന്നവരായിരിക്കും. فبأي آلاء ربكما تكذبان എന്നിട്ടും നിങ്ങൾ ഇരു കൂട്ടരുടെയും നാഥന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ തള്ളിപ്പറയുക? تبارك اسم ربك ذي الجلال والإكرام മഹോന്നതനും അത്യുദാരനുമായ നിന്റെ നാഥന്റെ നാമം അധ്യായം 56. അൽ വാഖിയ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 96. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഇദാ വഖഅത്തിൽ വാഖിഅ. ആ സംഭവം നടന്നു കഴിഞ്ഞാൽ ലൈസ ലിവഖഅതിഹാ കാദിബ. പിന്നെ അങ്ങനെ സംഭവിക്കുമെന്നത് നിഷേധിക്കുന്നവരുണ്ടാവില്ല. ഖാഫിദത്തുർ റാഫിഅ. അത് ചിലരെ താഴ്ത്തുന്നതും മറ്റു ചിലരെ ഉയർത്തുന്നതുമാണ്. ഇദാ റുജ്ജത്തിൽ അർദു റജ്ജാ. അപ്പോൾ ഭൂമി കിടുകിടാ വിറയ്ക്കും. വബുസ്സത്തിൽ ജിബാലു ബസ്സാ. പർവ്വതങ്ങൾ തകർന്ന് തരിപ്പണമാകും. ഫകാനത് ഹബാഅം മുൻബസ്സാ. അങ്ങനെ അത് പാറിപ്പറക്കുന്ന പൊടിപടലമായിത്തീരും. വകുൻതും അസ്വാജൻ സലാസ. അന്നു നിങ്ങൾ 3 വിഭാഗമായിരിക്കും. ഫഅസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന. വലതുപക്ഷക്കാർ. എന്തായിരിക്കും അന്ന് വലതുപക്ഷക്കാരുടെ അവസ്ഥ? വഅസ്ഹാബുൽ മശ്അമതി മാ അസ്ഹാബുൽ മശ്അമ. ഇടതുപക്ഷക്കാർ. എന്തായിരിക്കും ഇടതുപക്ഷത്തിന്റെ അവസ്ഥ? വസ്സാബിഖൂന അസ്സാബിഖൂൻ. പിന്നെ മുന്നേറിയവർ. അവർ അവിടെയും മുൻനിരക്കാർ തന്നെ. ഉലൈകൽ മുഖറബൂൻ. അവരാണ് ദിവ്യസാമീപ്യം സിദ്ധിച്ചവർ. ഫീ ജന്നാത്തിൻ നഈം. അനുഗ്രഹീതമായ സ്വർഗീയാരാമങ്ങളിലായിരിക്കും അവർ. സുല്ലതും മിനൽ അവ്വലീൻ. അവരോ മുൻഗാമികളിൽ നിന്ന് കുറെ പേർ. വഖലീലും മിനൽ ആഖിരീൻ. പിൻഗാമികളിൽ നിന്ന് കുറച്ചും. അലാ സുറുരിൻ മൗദൂന. അവർ പൊന്നുനൂലുകൊണ്ടുണ്ടാക്കിയ കട്ടിലുകളിലായിരിക്കും. മുത്തകിഈന അലൈഹാ മുതഖാബിലീൻ. അവയിലവർ മുഖാമുഖം ചാരിയിരിക്കുന്നവരായിരിക്കും. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. നിത്യബാല്യം നേടിയവർ അവർക്കിടയിൽ ചുറ്റിക്കറങ്ങും. ബിഅക്വാബിൻ വഅബാരീഖ വകഅസിൻ മിൻ മഈൻ. ശുദ്ധ ഉറവുജലം നിറച്ച കോപ്പകളും കൂജകളും ചഷകങ്ങളുമായി. ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ. അതവർക്ക് തലകറക്കമോ ലഹരിയോ ഉണ്ടാക്കുകയില്ല. വഫാകിഹതിൻ മിമ്മാ യതഖയ്യറൂൻ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ അവർക്കവിടെ പലയിനം പഴങ്ങളുമുണ്ടായിരിക്കും. വലഹ്മി ത്വയ്രിൻ മിമ്മാ യശ്തഹൂൻ. അവരാഗ്രഹിക്കുന്ന പക്ഷിമാംസങ്ങളും. വഹൂറുൻ ഐൻ.
വിശാലാക്ഷികളായ സുന്ദരിമാരും كأمثال اللؤلؤ المكنون അവരോ ശ്രദ്ധയോടെ സൂക്ഷിക്കപ്പെട്ട മുത്തുപോലുള്ളവർ. جزاء بما كانوا يعملون ഇതൊക്കെയും അവർ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമായാണ് അവർക്ക് ലഭിക്കുക. لا يسمعون فيها لغوا ولا تأثيما അവരവിടെ അപശബ്ദങ്ങളോ പാപവാക്കുകളോ കേൾക്കുകയില്ല. إلا قيلا سلاما سلاما സമാധാനം സമാധാനം എന്ന അഭിവാദ്യമല്ലാതെ. وأصحاب اليمين ما أصحاب اليمين വലതുപക്ഷം എന്താണ് ഈ വലതുപക്ഷക്കാരുടെ അവസ്ഥ? في سدر مخضود അവർക്കുള്ളതാണ് മുള്ളില്ലാത്ത ഇലന്തമരത്തോട്ടം. وطلح منضود പടലകളുള്ള കുലകളോടുകൂടിയ വാഴ. وظل ممدود പടർന്നു പരന്നു കിടക്കുന്ന നിഴൽ. وماء مسكوب അവിരാമം ഒഴുകിക്കൊണ്ടിരിക്കുന്ന തെളിനീർ. وفاكهة كثيرة ധാരാളം പഴങ്ങൾ. لا مقطوعة ولا ممنوعة അവയോ ഒരിക്കലും ഒടുക്കമില്ലാത്തവയും തീരെ തടയപ്പെടാത്തവയുമത്രേ. وفرش مرفوعة ഉന്നതമായ മെത്തകളും. إنا أنشأناهن إنشاء അവർക്കുള്ള ഇണകൾ നാം പ്രത്യേക ശ്രദ്ധയോടെ സൃഷ്ടിച്ചവരാണ്. فجعلناهن أبكارا അവരെ നാം നിത്യകന്യകകളാക്കിയിരിക്കുന്നു. عربا أترابا ഒപ്പം സ്നേഹസമ്പന്നരും സമപ്രായക്കാരും. لأصحاب اليمين ഇതൊക്കെയും വലതുപക്ഷക്കാർക്കുള്ളതാണ്. ثلة من الأولين അവരോ പൂർവികരിൽ നിന്ന് ധാരാളമുണ്ട്. وثلة من الآخرين പിന്മുറക്കാരിൽ നിന്നും ധാരാളമുണ്ട്. وأصحاب الشمال ما أصحاب الشمال ഇടതുപക്ഷക്കാർ എന്താണ് ഇടതുപക്ഷത്തിന്റെ അവസ്ഥ? في سموم وحميم അവർ തീക്കാറ്റിലായിരിക്കും, തിളച്ചു തുള്ളുന്ന വെള്ളത്തിലും. وظل من يحموم കരിമ്പുകയുടെ ഇരുണ്ട നിഴലിലും. لا بارد ولا كريم അത് തണുപ്പോ സുഖമോ നൽകുകയില്ല. إنهم كانوا قبل ذلك مترفين കാരണം അവർ അതിനു മുമ്പ് സുഖഭോഗങ്ങളിൽ മുഴുകിയവരായിരുന്നു. وكانوا يصرون على الحنث العظيم കൊടും പാപങ്ങളിൽ ആണ്ട് പൂണ്ടവരും. وكانوا يقولون أإذا متنا وكنا ترابا وعظاما أإنا لمبعوثون അവർ ചോദിക്കാറുണ്ടായിരുന്നു, ഞങ്ങൾ മരിച്ചു മണ്ണും എല്ലുമായി മാറിയാൽ പിന്നെ വീണ്ടും ഉയിർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നു. أَوَآبَاؤُنَا الْأَوَّلُونَ ഞങ്ങളുടെ പൂർവപിതാക്കളും. قُلْ إِنَّ الْأَوَّلِينَ وَالْآخِرِينَ لَمَجْمُوعُونَ إِلَى مِيقَاتِ يَوْمٍ مَّعْلُومٍ പറയുക, ഉറപ്പായും മുൻഗാമികളും പിൻഗാമികളും ഒരു നിർണിത നാളിലെ നിശ്ചിത സമയത്ത് ഒരുമിച്ചു ചേർക്കപ്പെടുക തന്നെ ചെയ്യും. ثُمَّ إِنَّ
إنكم أيها الضالون المكذبون പിന്നെ അല്ലയോ സത്യനിഷേധികളായ ദുർമാർഗികളെ, لآكلون من شجر من زقوم നിശ്ചയമായും നിങ്ങൾ സക്കൂം വൃക്ഷത്തിൽ നിന്നാണ് തിന്നേണ്ടി വരിക. فمالئون منها البطون അങ്ങനെ നിങ്ങൾ അതുകൊണ്ട് വയറ് നിറയ്ക്കും. فشاربون عليه من الحميم അതിനു മേലെ തിളച്ചുമറിയുന്ന വെള്ളം കുടിക്കുകയും ചെയ്യും. فشاربون شرب الهيم ദാഹിച്ചു വലഞ്ഞ ഒട്ടകത്തെപ്പോലെ നിങ്ങൾ അത് മോന്തും. هذا نزلهم يوم الدين പ്രതിഫലനാളിൽ അവർക്കുള്ള സൽക്കാരമതായിരിക്കും. نحن خلقناكم فلولا تصدقون നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, എന്നിട്ടും നിങ്ങൾ ഇതിനെ സത്യമായി അംഗീകരിക്കാത്തതെന്ത്? أفرأيتم ما تمنون നിങ്ങൾ ശ്രവിക്കുന്ന ശുക്ലത്തെ സംബന്ധിച്ച് ആലോചിച്ചുവോ? أأنتم تخلقونه أم نحن الخالقون നിങ്ങളാണോ അതിനെ സൃഷ്ടിക്കുന്നത്, അതോ നാമോ സൃഷ്ടികർമ്മം നിർവഹിക്കുന്നത്? نحن قدرنا بينكم الموت وما نحن بمسبوقين നിങ്ങൾക്കിടയിൽ മരണം നിശ്ചയിച്ചതും നാം തന്നെ. നമ്മെ മറികടക്കാൻ ആരുമില്ല. على أن نبدل أمثالكم وننشئكم فيما لا تعلمون നിങ്ങൾക്കു പകരം നിങ്ങളെപ്പോലുള്ളവരെ ഉണ്ടാക്കാനും നിങ്ങൾക്കറിയാത്ത വിധം നിങ്ങളെ വീണ്ടും സൃഷ്ടിക്കാനും നമുക്ക് കഴിയും. ولقد علمتم النشأة الأولى فلولا تذكرون ആദ്യത്തെ സൃഷ്ടിയെ സംബന്ധിച്ച് നിശ്ചയമായും നിങ്ങൾക്കറിയാമല്ലോ, എന്നിട്ടും നിങ്ങൾ ചിന്തിച്ചറിയാത്തതെന്ത്? أفرأيتم ما تحرثون നിങ്ങൾ വിളയിറക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുവോ? أأنتم تزرعونه أم نحن الزارعون നിങ്ങളാണോ അതിനെ മുളപ്പിക്കുന്നത്, അതോ നാമോ മുളപ്പിക്കുന്നവൻ? لو نشاء لجعلناه حطاما فظلتم تفكهون إنا لمغرمون നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിനെ വാടിക്കുഴഞ്ഞ താളാക്കി മാറ്റുമായിരുന്നു. അപ്പോൾ നിങ്ങൾ നിരാശയോടെ പറയുമായിരുന്നു, ഞങ്ങൾ കടക്കെണിയിലായല്ലോ. بل نحن محرومون എന്നല്ല, ഞങ്ങൾ ഉപജീവനം വിലക്കപ്പെട്ടവരായിപ്പോയല്ലോ. أفرأيتم الماء الذي تشربون നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ചിന്തിച്ചുവോ? أأنتم أنزلتموه من المزن أم نحن المنزلون നിങ്ങളാണോ കാർമുകിലിൽ നിന്ന് വെള്ളമിറക്കിയത്, അതോ നാമോ അതിറക്കിയവൻ? لو نشاء جعلناه أجاجا فلولا تشكرون നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിനെ ഉപ്പുവെള്ളമാക്കി മാറ്റുമായിരുന്നു. എന്നിട്ടും നിങ്ങൾ നന്ദി കാണിക്കാത്തതെന്ത്? أفرأيتم النار التي تورون നിങ്ങൾ കത്തിക്കുന്ന തീയിനെക്കുറിച്ച് ചിന്തിച്ചുവോ? أأنتم أنشأتم شجرتها أم نحن المنشئون നിങ്ങളാണോ അതിനുള്ള മരമുണ്ടാക്കിയത്,
അതോ നാമോ അത് പടച്ചുണ്ടാക്കിയത്? نحن جعلناها تذكرة ومتاعا للمقوين. നാം അതിനെ ഒരു പാഠമാക്കിയിരിക്കുന്നു, വഴിപ്പോക്കർക്ക് ജീവിത വിഭവവും. فسبح باسم ربك العظيم. അതിനാൽ നീ നിന്റെ മഹാനായ നാഥന്റെ നാമം വാഴ്ത്തുക. فلا أقسم بمواقع النجوم. അല്ല, ഞാനിതാ നക്ഷത്രസ്ഥാനങ്ങളെക്കൊണ്ട് സത്യം ചെയ്യുന്നു. وإنه لقسم لو تعلمون عظيم. അതൊരു മഹാശപഥം തന്നെ, തീർച്ച നിങ്ങൾ അറിയുന്നുവെങ്കിൽ. إنه لقرآن كريم. ഉറപ്പായും ഇത് ആദരണീയമായ ഖുർആൻ തന്നെ. في كتاب مكنون. സുരക്ഷിതമായ ഗ്രന്ഥത്തിൽ. لا يمسه إلا المطهرون. വിശുദ്ധരല്ലാത്ത ആർക്കും ഇതിനെ സ്പർശിക്കാനാവില്ല. تنزيل من رب العالمين. മുഴുലോകരുടെയും നാഥനിൽ നിന്ന് അവതീർണമായതാണിത്. أفبهذا الحديث أنتم مدهنون. എന്നിട്ടും ഈ വചനങ്ങളോടാണോ നിങ്ങൾ നിസ്സംഗത പുലർത്തുന്നത്? وتجعلون رزقكم أنكم تكذبون. നിങ്ങളുടെ വിഹിതം അതിനെ കള്ളമാക്കി തള്ളലാണോ? فلولا إذا بلغت الحلقوم. ജീവൻ തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് അതിനെ പിടിച്ചു നിർത്താനാവുന്നില്ല? وأنتم حينئذ تنظرون. മരണം വരിക്കുന്നവനെ നിങ്ങൾ നോക്കി നിൽക്കാറുണ്ടല്ലോ. ونحن أقرب إليه منكم ولكن لا تبصرون. അപ്പോൾ നിങ്ങളെക്കാൾ അവനോട് ഏറെ അടുത്തവൻ നാം ആകുന്നു, എന്നാൽ നിങ്ങളത് കണ്ടറിയുന്നില്ല. فلولا إن كنتم غير مدينين. അഥവാ നിങ്ങൾ ദൈവിക നിയമത്തിന് അതീതരെങ്കിൽ. ترجعونها إن كنتم صادقين. നിങ്ങൾ എന്തുകൊണ്ട് ആ ജീവനെ തിരിച്ചു കൊണ്ടുവരുന്നില്ല, നിങ്ങൾ സത്യവാൻമാരെങ്കിൽ? فأما إن كان من المقربين. മരിക്കുന്നവൻ ദൈവസാമീപ്യം സിദ്ധിച്ചവനാണെങ്കിൽ. فروح وريحان وجنة نعيم. അവന് അവിടെ ആശ്വാസവും വിശിഷ്ട വിഭവവും അനുഗ്രഹീതമായ സ്വർഗീയാരാമവുമുണ്ടായിരിക്കും. وأما إن كان من أصحاب اليمين. അഥവാ അവൻ വലതുപക്ഷക്കാരിൽപ്പെട്ടവനെങ്കിൽ. فسلام لك من أصحاب اليمين. വലതുപക്ഷക്കാരിൽപ്പെട്ട നിനക്ക് സമാധാനം എന്ന് സ്വാഗതം ചെയ്യപ്പെടും. وأما إن كان من المكذبين الضالين. മറിച്ച് ദുർമാർഗികളായ സത്യനിഷേധികളിൽപ്പെട്ടവനെങ്കിലോ. فنزل من حميم. അവനുണ്ടാവുക തിളച്ചുമറിയുന്ന വെള്ളം കൊണ്ടുള്ള സൽക്കാരമായിരിക്കും. وتصلية جحيم. നരകത്തിലെ കത്തിയെരിയലും. إن هذا لهو حق اليقين. തീർച്ചയായും ഇതൊക്കെയും സുദൃഢമായ സത്യം തന്നെ. فسبح باسم ربك العظيم.
അതിനാൽ നീ നിന്റെ മഹാനായ നാഥന്റെ നാമം വാഴ്ത്തുക. അധ്യായം 57 അൽ ഹദീദ്. അവതരണം മദീനയിൽ. സൂക്തങ്ങൾ 29. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദി വഹുവൽ അസീസുൽ ഹകീം. ആകാശഭൂമികളിലുള്ളവയൊക്കെയും അല്ലാഹുവിന്റെ മഹത്വം കീർത്തിക്കുന്നു. അവൻ അജയ്യനും യുക്തിജ്ഞനുമാണ്. ലഹു മുൽകുസ് സമാവാതി വൽ അർദ് യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ആകാശഭൂമികളുടെ ആധിപത്യം അവനാണ്. അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവൻ. ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ളാഹിറു വൽ ബാത്തിനു വഹുവ ബികുല്ലി ശൈഇൻ അലീം. ആദ്യനും അന്ത്യനും പുറവും അകവും അവൻ തന്നെ. അവൻ സകല സംഗതികളും അറിയുന്നവൻ. ഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ഫീ സിത്തതി അയ്യാമിൻ ثم استوى على العرش يعلم ما يلج في الأرض وما يخرج منها وما ينزل من السماء وما يعرج فيها وهو معكم أينما كنتم والله بما تعملون بصير. 6 നാളുകളിലായി ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അവനാണ്. പിന്നെ അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ വരുന്നതും അവിടെ നിന്ന് പോകുന്നതും ആകാശത്തു നിന്നിറങ്ങുന്നതും അതിലേക്ക് കയറിപ്പോകുന്നതും അവൻ അറിയുന്നു. നിങ്ങളെവിടെയായാലും അവൻ നിങ്ങളോടൊപ്പമുണ്ട്. അല്ലാഹു നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ കണ്ടറിയുന്നവനാണ്. ലഹു മുൽകുസ് സമാവാതി വൽ അർദ് വഇലല്ലാഹി തുർജഉൽ ഉമൂർ. ആകാശഭൂമികളുടെ ആധിപത്യം അവനാണ്. കാര്യങ്ങളൊക്കെയും മടക്കപ്പെടുന്നതും അവങ്കലേക്കാണ്. യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വഹുവ അലീമുൻ ബിദാതിസ് സുദൂർ. അവൻ രാവിനെ പകലിലും പകലിനെ രാവിലും ചേർക്കുന്നു. അവൻ ഹൃദയരഹസ്യങ്ങളെല്ലാം അറിയുന്നവനാണ്. ആമിനൂ ബില്ലാഹി വറസൂലിഹി വഅൻഫിഖൂ മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീഹി فالذين آمنوا منكم وأنفقوا لهم أجر كبير. നിങ്ങൾ അല്ലാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുക. അവൻ നിങ്ങളെ പ്രതിനിധികളാക്കിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുക. നിങ്ങളിൽ നിന്ന് സത്യവിശ്വാസം സ്വീകരിക്കുകയും സമ്പത്ത് ചെലവഴിക്കുകയും ചെയ്തവരാരോ അവർക്ക് മഹത്തായ പ്രതിഫലമുണ്ട്. وما لكم لا تؤمنون بالله والرسول يدعوكم لتؤمنوا بربكم وقد أخذ ميثاقكم إن كنتم مؤمنين. നിങ്ങൾക്ക് എന്തുപറ്റി? നിങ്ങൾ എന്തുകൊണ്ട് അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല? നിങ്ങളുടെ നാഥനിൽ വിശ്വസിക്കാൻ ദൈവദൂതൻ നിങ്ങളെ നിരന്തരം ക്ഷണിച്ചുകൊണ്ടിരുന്നിട്ടും അല്ലാഹു നിങ്ങളിൽ നിന്ന് ഉറപ്പുവാങ്ങിയിട്ടുമുണ്ടല്ലോ. നിങ്ങൾ സത്യവിശ്വാസികളെങ്കിൽ. ഹുവല്ലദീ യുനസ്സിലു അലാ അബ്ദിഹി ആയാതിൻ ബയ്യിനാതിൻ ലിയുഖ്രിജകും മിനൽ-ളുലുമാതി ഇലൻ-നൂർ വഇന്നല്ലാഹ ബികും ലറഊഫുർ റഹീം. തന്റെ ദാസന് സുവ്യക്തമായ സൂക്തങ്ങൾ അവതരിപ്പിച്ചു കൊടുക്കുന്നത് അവനാണ്. നിങ്ങളെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാനാണത്. അല്ലാഹു നിങ്ങളോട്
ഏറെ ദയാലുവും കരുണയുള്ളവനുമാണ്. وما لكم ألا تنفقوا في سبيل الله ولله ميراث السماوات والأرض لا يستوي منكم من أنفق من قبل الفتح وقاتل أولئك أعظم درجة من الذين أنفقوا من بعد وقاتلوا وكلا وعد الله الحسنى والله بما تعملون خبير. അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കാൻ നിങ്ങൾക്കെന്തുണ്ട് ന്യായം? ആകാശഭൂമികളുടെ സമസ്താവകാശവും അവന് മാത്രമായിരുന്നിട്ടും നിങ്ങളിൽ മക്ക വിജയത്തിനു മുമ്പേ ചെലവഴിക്കുകയും സമരം നടത്തുകയും ചെയ്തവരാരോ അവർക്ക് അതിനുശേഷം ചെലവഴിക്കുകയും സമരം നടത്തുകയും ചെയ്തവരെക്കാളേറെ മഹത്തായ പദവിയുണ്ട്. എല്ലാവർക്കും ഏറ്റവും ഉത്തമമായ പ്രതിഫലം അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെയും നന്നായി അറിയുന്നവനാണ് അല്ലാഹു. من ذا الذي يقرض الله قرضا حسنا فيضاعفه له وله أجر كريم. അല്ലാഹുവിന് ഉത്തമമായ കടം കൊടുക്കാൻ ആരുണ്ട്? എങ്കിൽ അല്ലാഹു അത് അനേകമിരട്ടിയായി തിരിച്ചു തരും. മാന്യമായ പ്രതിഫലത്തിനർഹനും അയാൾ തന്നെ. يوم ترى المؤمنين والمؤمنات يسعى نورهم بين أيديهم وبأيمانهم بشراكم اليوم جنات تجري من تحتها الأنهار خالدين فيها ذلك هو الفوز العظيم. നീ വിശ്വാസികളെയും വിശ്വാസിനികളെയും കാണും ദിനം അവരുടെ മുന്നിലും വലതുവശത്തും പ്രകാശം പ്രസരിച്ചുകൊണ്ടിരിക്കും. അന്നവരോട് പറയും, നിങ്ങൾക്ക് ശുഭാശംസകൾ. നിങ്ങൾക്ക് താഴ്ഭാഗത്തൂടെ ആറുകളൊഴുകുന്ന സ്വർഗീയാരാമങ്ങളുണ്ട്. നിങ്ങളതിൽ നിത്യവാസികളായിരിക്കും. അതൊരു മഹാഭാഗ്യം തന്നെ. يوم يقول المنافقون والمنافقات للذين آمنوا انظرونا نقتبس من نوركم قيل ارجعوا وراءكم فالتمسوا نورا فضرب بينهم بسور له باب باطنه فيه الرحمة وظاهره من قبله العذاب. കപടവിശ്വാസികളും വിശ്വാസിനികളും സത്യവിശ്വാസികളോട് ഇவ்விധം പറയുന്ന ദിനമാണത്. നിങ്ങൾ ഞങ്ങളെയൊന്ന് നോക്കണേ. നിങ്ങളുടെ വെളിച്ചത്തിൽ നിന്ന് ഇത്തിരി ഞങ്ങളും അനുഭവിക്കട്ടെ. അപ്പോൾ അവരോട് പറയും, നിങ്ങൾ നിങ്ങളുടെ പിറകിലേക്ക് തന്നെ തിരിച്ചു പോവുക, എന്നിട്ട് വെളിച്ചം തേടുക. അപ്പോൾ അവർക്കിടയിൽ ഒരു ഭിത്തി ഉയർത്തപ്പെടും. അതിനൊരു കവാടമുണ്ടായിരിക്കും. അതിന്റെ അകഭാഗത്ത് കാരുണ്യവും പുറഭാഗത്ത് ശിക്ഷയുമായിരിക്കും. ينادونهم ألم نكن معكم قالوا بلى ولكنكم فتنتم أنفسكم وتربصتم وارتبتم وغرتكم الأماني حتى جاء أمر الله وغركم بالله الغرور. അവർ വിശ്വാസികളെ വിളിച്ചു ചോദിക്കും, ഞങ്ങൾ നിങ്ങളുടെ കൂടെയായിരുന്നില്ലേ? സത്യവിശ്വാസികൾ പറയും, അതെ. പക്ഷേ നിങ്ങൾ നിങ്ങളെ തന്നെ നാശത്തിലാഴ്ത്തി, അവസരവാദ നയം സ്വീകരിച്ചു, സന്ദേഹികളാവുകയും ചെയ്തു. അല്ലാഹുവിന്റെ തീരുമാനം വന്നെത്തും വരെ
വ്യാമോഹം നിങ്ങളെ വഞ്ചിതരാക്കി. അല്ലാഹുവിന്റെ കാര്യത്തിൽ കൊടും വഞ്ചകൻ നിങ്ങളെ ചതിച്ചു. فَالْيَوْمَ لَا يُؤْخَذُ مِنكُمْ فِدْيَةٌ وَلَا مِنَ الَّذِينَ كَفَرُوا مَأْوَاكُمُ النَّارُ هِيَ مَوْلَاكُمْ وَبِئْسَ الْمَصِيرُ. അതിനാൽ ഇന്ന് നിങ്ങളിൽ നിന്നും സത്യനിഷേധികളിൽ നിന്നും പ്രായശ്ചിത്തം സ്വീകരിക്കുന്നതല്ല. നിങ്ങളുടെ സങ്കേതം നരകമത്രേ. അതുതന്നെയാണ് നിങ്ങളുടെ അഭയസ്ഥാനം. ആ മടക്കസ്ഥലം വളരെ ചീത്ത തന്നെ. أَلَمْ يَأْنِ لِلَّذِينَ آمَنُوا أَن تَخْشَعَ قُلُوبُهُمْ لِذِكْرِ اللَّهِ وَمَا نَزَلَ مِنَ الْحَقِّ وَلَا يَكُونُوا كَالَّذِينَ أُوتُوا الْكِتَابَ مِنْ قَبْلُ فَطَالَ عَلَيْهِمُ الْأَمَدُ فَقَسَتْ قُلُوبُهُمْ وَكَثِيرٌ مِّنْهُمْ فَاسِقُونَ. സത്യവിശ്വാസികളുടെ ഹൃദയങ്ങൾ ദൈവസ്മരണയ്ക്കും തങ്ങൾക്ക് അവതീർണമായ സത്യവേദത്തിനും വിധേയമാകാൻ സമയമായില്ലേ? മുമ്പ് വേദം കിട്ടിയവരെപ്പോലെ ആകാതിരിക്കാനും? കാലം കുറേയേറെ കടന്നുപോയതിനാൽ അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. അവരിലേറെ പേരും അധാർമികരാണ്. اعلموا أن الله يحيي الأرض بعد موتها قد بينا لكم الآيات لعلكم تعقلون. അറിയുക, അല്ലാഹു ഭൂമിയെ അതിന്റെ മൃതാവസ്ഥയ്ക്കു ശേഷം ജീവസുറ്റതാക്കുന്നു. നാം നിങ്ങൾക്ക് ഉറപ്പായും ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു തന്നിരിക്കുന്നു, നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കാൻ. ഇന്നൽ മുസ്സദ്ദിഖീന വൽ മുസ്സദ്ദിഖാതി വഅഖറദുല്ലാഹ ഖർദൻ ഹസനൻ യുദാഅഫു ലഹും വലഹും അജ്റുൻ കരീം. ദാനധർമ്മം നൽകിയ സ്ത്രീ പുരുഷന്മാർക്കും അല്ലാഹുവിന് ഉത്തമമായ കടം കൊടുത്തവർക്കും അനേകമിരട്ടി തിരിച്ചു കിട്ടും. അവർക്ക് മാന്യമായ പ്രതിഫലമുണ്ട്. വല്ലദീന ആമനൂ ബില്ലാഹി വറുസുലിഹി ഉലൈക ഹുമുസ് സിദ്ദീഖൂൻ വശുഹദാഉ ഇൻദ റബ്ബിഹിം ലഹും അജ്റുഹും വനൂറുഹും والذين كفروا وكذبوا بآياتنا أولئك أصحاب الجحيم. അല്ലാഹുവിലും അവന്റെ ദൂതന്മാരിലും വിശ്വസിച്ചവരാരോ അവരാണ് തങ്ങളുടെ നാഥന്റെ സന്നിധിയിൽ സത്യസന്ധരും സത്യസാക്ഷികളും. അവർക്ക് അവരുടെ പ്രതിഫലമുണ്ട്, വെളിച്ചവും. എന്നാൽ സത്യനിഷേധികളാവുകയും നമ്മുടെ വചനങ്ങളെ തള്ളിപ്പറയുകയും ചെയ്തവരോ അവർ തന്നെയാണ് നരകാവകാശികൾ. ഇഅ്ലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബുൻ വലഹ്വുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ് كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. അറിയുക, ഈ ലോകജീവിതം വെറും കളിയും തമാശയും പുറംപൂച്ചും പരസ്പരമുള്ള പൊങ്ങച്ച പ്രകടനവും സമ്പത്തിലും സന്താനങ്ങളിലുമുള്ള പെരുമ നടിക്കലും മാത്രമാണ്. അതൊരു മഴ പോലെയാണ്. അതുവഴിയുണ്ടാവുന്ന ചെടികൾ കർഷകരെ സന്തോഷഭരിതരാക്കുന്നു. പിന്നെ അതുണങ്ങുന്നു. അങ്ങനെ അത് മഞ്ഞച്ചതായി നിനക്കു കാണാം. വൈകാതെ അത് ഉണങ്ങിത്തീരുന്നു.
എന്നാൽ പരലോകത്തോ കഠിനമായ ശിക്ഷയുണ്ട്. അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനവും പ്രീതിയുമുണ്ട്. ഐഹിക ജീവിതം ചതിച്ചരക്കല്ലാതൊന്നുമല്ല. സാബിഖൂ ഇലാ മഗ്ഫിറതിൻ മിർ റബ്ബികും വജന്നത്തിൻ അർദുഹാ കഅർദിസ് സമാഇ വൽ അർദ് ഉഇദ്ദത് ലില്ലദീന ആമനൂ ബില്ലാഹി വറുസുലിഹി ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. നിങ്ങൾ മത്സരിച്ചു മുന്നേറുക നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും ആകാശഭൂമികളെപ്പോലെ വിശാലമായ സ്വർഗത്തിലേക്കും. അത് അല്ലാഹുവിലും അവന്റെ ദൂതന്മാരിലും വിശ്വസിച്ചവർക്കായി തയ്യാറാക്കിയതാണ്. അത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. അവനുദ്ദേശിക്കുന്നവർക്ക് അവനത് നൽകുന്നു. അല്ലാഹു അത്യുദാരൻ തന്നെ. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫീ അൻഫുസികും إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير. ഭൂമിയിലോ നിങ്ങളിലോ ഒരു വിപത്തും വന്നു ഭവിക്കുന്നില്ല, നാം അത് മുമ്പേ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടല്ലാതെ. അത് അല്ലാഹുവിന് ഏറെ എളുപ്പമുള്ള കാര്യമാണല്ലോ. لكي لا تأسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختال فخور. നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടത്തിന്റെ പേരിൽ ദുഃഖിക്കാതിരിക്കാനും നിങ്ങൾക്ക് അവൻ തരുന്നതിന്റെ പേരിൽ സ്വയം മറന്നാഹ്ലാദിക്കാതിരിക്കാനുമാണത്. പെരുമ നടിക്കുന്നവരെയും പൊങ്ങച്ചക്കാരെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. الذين يبخلون ويأمرون الناس بالبخل ومن يتول فإن الله هو الغني الحميد. അവരോ സ്വയം പിശുക്ക് കാണിക്കുന്നവരും പിശുക്കരാകാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നവരുമാണ്. ആരെങ്കിലും സന്മാർഗത്തിൽ നിന്ന് പിന്തിരിയുന്നുവെങ്കിൽ അറിയുക, അല്ലാഹു ആശ്രയമാവശ്യമില്ലാത്തവനും സ്തുത്യർഹനുമാണ്. لقد أرسلنا رسلنا بالبينات وأنزلنا معهم الكتاب والميزان ليقوم الناس بالقسط وأنزلنا الحديد فيه بأس شديد ومنافع للناس وليعلم الله من ينصره ورسله بالغيب إن الله قوي عزيز. നിശ്ചയമായും നാം നമ്മുടെ ദൂതന്മാരെ തെളിഞ്ഞ തെളിവുകളുമായി നിയോഗിച്ചിരിക്കുന്നു. അവരോടൊപ്പം വേദവും തുലാസും അവതരിപ്പിച്ചിരിക്കുന്നു, മനുഷ്യർ നീതി നിലനിർത്താൻ. നാം ഇരുമ്പും ഇറക്കിക്കൊടുത്തിരിക്കുന്നു, അതിൽ ഏറെ ആയോധന ശക്തിയും ജനങ്ങൾക്കുപകാരവുമുണ്ട്. അല്ലാഹുവെ നേരിൽ കാണാതെ തന്നെ അവനെയും അവന്റെ ദൂതന്മാരെയും സഹായിക്കുന്നവരാരെന്ന് അവന് കണ്ടറിയാനാണിത്. അല്ലാഹു കരുത്തുറ്റവനും അജയ്യനും തന്നെ തീർച്ച. وَلَقَدْ أَرْسَلْنَا نُوحًا وَإِبْرَاهِيمَ وَجَعَلْنَا فِي ذُرِّيَّتِهِمَا النُّبُوَّةَ وَالْكِتَابَ فَمِنْهُم مُهْتَدٍ وَكَثِيرٌ مِّنْهُمْ فَاسِقُونَ. നിശ്ചയമായും നാം നൂഹിനെയും ഇബ്രാഹീമിനെയും ദൂതന്മാരായി നിയോഗിച്ചു. അവരിരുവരുടെയും സന്തതികളിൽ പ്രവാചകത്വവും വേദഗ്രന്ഥവും നൽകി.
അവരിൽ നേർവഴി പ്രാപിച്ചവരുണ്ട്, എന്നാൽ ഏറെപ്പേരും കുറ്റവാളികളായിരുന്നു. ثم قفينا على آثارهم برسلنا وقفينا بعيسى ابن مريم وآتيناه الإنجيل وجعلنا في قلوب الذين اتبعوه رأفة ورحمة ورهبانية ابتدعوها ما كتبناها عليهم إلا ابتغاء رضوان الله فما رعوها حق رعايتها فآتينا الذين آمنوا منهم أجرهم وكثير منهم فاسقون. പിന്നീട് അവർക്ക് പിറകെ നാം നിരന്തരം നമ്മുടെ ദൂതന്മാരെ നിയോഗിച്ചു. മറിയമിന്റെ മകൻ ഈസായെയും അയച്ചു. അദ്ദേഹത്തിന് നാം ഇഞ്ചീൽ നൽകി. അദ്ദേഹത്തെ അനുഗമിച്ചവരുടെ ഹൃദയങ്ങളിൽ കൃപയും കാരുണ്യവും വിളയിച്ചു. എന്നാൽ അവർ സ്വയം സന്യാസം കെട്ടിച്ചമച്ചു. നാം അവർക്കത് നിയമമാക്കിയിരുന്നില്ല. ദൈവപ്രീതി പ്രതീക്ഷിച്ച് അവർ പുതുതായി ഉണ്ടാക്കിയതാണത്. എന്നിട്ടോ അവരത് യഥാവിധി പാലിച്ചതുമില്ല. അപ്പോൾ അവരിൽ സത്യവിശ്വാസം സ്വീകരിച്ചവർക്ക് നാം അർഹമായ പ്രതിഫലം നൽകി. അവരിലേറെ പേരും അധാർമികരാണ്. يا أيها الذين آمنوا اتقوا الله وآمنوا برسوله يؤتكم كفلين من رحمته ويجعل لكم نورا تمشون به ويغفر لكم والله غفور رحيم. സത്യവിശ്വാസം സ്വീകരിച്ചവരെ, നിങ്ങൾ അല്ലാഹുവോട് ഭക്തിയുള്ളവരാവുക, അവന്റെ ദൂതനിൽ വിശ്വസിക്കുക. എങ്കിൽ തന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾക്കവൻ 2 ഓഹരി നൽകും. നിങ്ങൾക്ക് നടക്കാനാവശ്യമായ വെളിച്ചം സമ്മാനിക്കും. നിങ്ങൾക്ക് മാപ്പേകും. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനുമല്ലോ. لئلا يعلم أهل الكتاب ألا يقدرون على شيء من فضل الله وأن الفضل بيد الله يؤتيه من يشاء والله ذو الفضل العظيم. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ഒന്നും തട്ടിയെടുക്കാൻ തങ്ങൾക്കാവില്ലെന്നും അനുഗ്രഹം അല്ലാഹുവിന്റെ കയ്യിലാണെന്നും അത് താൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകുമെന്നും വേദവാഹകർ അറിയുവാൻ വേണ്ടിയാണിത്. അല്ലാഹു അതിമഹത്തായ ഔദാര്യത്തിനുടമയാകുന്നു.